السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا محمد صلى الله عليه وسلم. اللهم فصل وسلم عليه وبارك وعلى آله وصحبه وعترته ومن اهتدى بهديه وسلك نهجه إلى يومنا إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم زدنا علما وعلمنا ما ينفعنا وانفعنا بما علمتنا. اللهم اجعلنا برحمتك في عبادك الصالحين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. فمن ثقلت موازينه فأولئك هم المفلحون. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. تلفح وجوههم النار وهم فيها كالحون. ألم تكن آياتي تتلى عليكم فكنتم بها تكذبون. قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين. صدق الله العلي العظيم. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ അമലുകളിലെ അപാകതകളെ പരിഹരിക്കുകയും നമ്മുടെ നിയ്യത്തുകളിലെ പാളിച്ചകൾ അല്ലാഹു നികത്തി തരികയും
നമ്മുടെ അഅ്മാലുകൾ അല്ലാഹു ഖബൂൽ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ സൂറത്തുൽ മുഅ്മിനൂനിലെ 99ാമത്തെ ആയത്ത് മുതൽ ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മനുഷ്യന്റെ കർമ്മങ്ങൾ നശിപ്പിക്കാൻ പിശാച് പല രീതിയിലും പരിശ്രമിക്കുന്നുണ്ടെന്നും പൈശാചികമായ ദുർബോധനങ്ങൾ വരുന്ന പക്ഷം അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്ന് പ്രാർത്ഥിക്കണം നബിയെ എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആനിൽ എവിടെയെല്ലാം നബിതങ്ങളോട് ഖിതാബായിട്ട് നബിതങ്ങളോടായിട്ട് ഒരു വിഷയം പറയുന്നുണ്ടോ അതിൽ നിന്നെല്ലാം ഓരോഹരി മുഅ്മിനീങ്ങളായ അവിടുത്തെ ഉമ്മത്തികൾക്കുള്ളതാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറയും. തങ്ങളോടുള്ള ഏതൊരു നിർദ്ദേശവും അത് സത്യത്തിൽ ഫലത്തിൽ ഉമ്മത്തികളോടുള്ള ഉപദേശമാണ്. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അനിവാര്യതയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഖുർആനിന്റെ അവസാനത്തെ 2 സൂറത്തുകൾ അവസാനിക്കുന്നത്. ആ അവസാനത്തെ 2 സൂറത്തുകളുടെ കണ്ടന്റ്, അതിൽ പരാമർശമായ വിഷയം പോലും അള്ളാഹുവിനോട് കാവൽ ചോദിക്കാനാണ്. അള്ളാഹു നമുക്കൊക്കെ പിശാചിൽ നിന്ന് അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് 3 സൃഷ്ടികളാണ് അള്ളാഹു തആല നടത്തിയിട്ടുള്ളത്. പ്രധാനമായും അതിൽ മലക്കുകൾക്ക് അല്ലാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്. പക്ഷേ വൈകാരികമായ സ്വഭാവങ്ങൾ മലക്കുകൾക്കില്ല. അവർ വിവാഹം ചെയ്യുന്നവരല്ല, അവർ ഭക്ഷണം കഴിക്കുന്നവരല്ല, അവർ ക്ഷീണിക്കുന്നവരല്ല, അവർ ഉറങ്ങുന്നവരല്ല, അവർ പാപങ്ങൾ ചെയ്യുന്നവരും അല്ല. പക്ഷെ അവർക്ക് ബുദ്ധിയുണ്ട്, അല്ലേ? മൃഗങ്ങൾ ബുദ്ധിയില്ല, പക്ഷേ വൈകാരികമായ പ്രകടനങ്ങൾ മൃഗങ്ങളിൽ നിന്നുണ്ടാകും. അവർക്ക് ബുദ്ധിയില്ല, പക്ഷെ വികാരമുണ്ട്. മലക്കുകൾക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ വികാരങ്ങളില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമുള്ള ആളാണ്. വികാരങ്ങളുണ്ട്, ഒരു മൃഗത്തെ പോലെയുള്ള വികാരങ്ങൾ മനുഷ്യനുണ്ട്. എന്നാൽ ഒരു മാലാഖയേക്കാൾ അതിലേറെ വരുന്ന ബുദ്ധിശക്തിയും അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, അവൻ അല്ലാഹു നൽകിയ ഈ വിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഖൈറായ അമലിലേക്ക് അവനെ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് അവന്റെ മൻസബ്, അവന്റെ സ്ഥാനം മലക്കുകളുടേതിനേക്കാൾ ഉയരത്തിലേക്ക് ചെല്ലും. നേരെമറിച്ച് മനുഷ്യന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ നടത്തിയാൽ മതി. അള്ളാഹുവിന്റെ നിയമങ്ങൾ എന്ത് എന്ന് നോക്കാതെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ എന്തോ അതിനനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു പോവുക, അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ ആ മനുഷ്യൻ മൃഗത്തേക്കാൾ താഴ്ന്നു പോകുന്നു എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പിശാച് മനുഷ്യനെ ശരിക്കും വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൈശാചികമായ പിശാച് പറയുന്നത് പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അന്ത്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതാണ് അള്ളാഹു തൊട്ടടുത്ത ആയത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. പിശാചിന്റെ ദുർബോധനങ്ങൾ ഒരു മനുഷ്യൻ നിരാകരിക്കണമെന്ന് മാത്രമല്ല, ഏറ്റവും കരുതലോടുകൂടെ നിൽക്കുകയും ആ വിഷയത്തിൽ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ട് അള്ളാഹ് പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. حتى അങ്ങനെ
ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ, മരണം അവന്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഖാല, അവൻ പറയും റബ്ബിർജിഊൻ, അല്ലാഹുവേ നീ എന്നെ മടക്കി തരണമേ എന്ന് മനുഷ്യൻ വിളിച്ചു പറയുമെന്ന് അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മരണത്തെ കാണുമ്പോഴേക്കും മനുഷ്യന്റെ ബോധം ഉണരുന്നു എന്നാണ് അതിനർത്ഥം. മൗത്ത് എന്നത് ബർസഖിയായ ലോകത്തേക്കുള്ള ഒരു കവാടമാണ്. ആലമുൽ ഷഹാദയിൽ നിന്ന് ആലമുൽ ഗൈബിലേക്ക് നമ്മൾ പോകുന്ന ഒരു പ്രതീതിയാണ് സത്യത്തിൽ മരണം. ആലമുൽ ഷഹാദയാണ്. നമ്മൾ പ്രത്യക്ഷ ലോകത്ത് നിന്ന് പരോക്ഷമായ ഒരു ലോകത്തേക്കുള്ള യാത്രയുടെ തുടക്കമാണല്ലോ മരണം. ദ ഇനവിറ്റബിൾ ട്രൂത്ത്, നമുക്കാർക്കും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സത്യം, അൺഅവോയ്ഡബിൾ ട്രൂത്ത്. നമുക്കാർക്കും വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. മരണം എനിക്ക് വേണ്ട, എനിക്ക് മരിക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മരണത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ മനുഷ്യനിൽ വിജ്ഞാനം കയറി വരുന്ന മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന 5 സെൻസസ്, ഈ സെൻസുകൾ മുഴുവനും അവിടെ അപ്രത്യക്ഷമാവുകയോ അല്ലെങ്കിൽ സത്യത്തിൽ പ്രവർത്തന ക്ഷമതയില്ലാതെയായി പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ ഇൽമുകൾ മനുഷ്യന് കിട്ടുന്നത് മരണത്തിന്റെ ശേഷമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, അല്ലേ? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ കണ്ണ് നമ്മൾ ചിമ്മിക്കൊടുക്കണം, അല്ലേ? മരിച്ചാലൊന്ന് കണ്ണൊന്ന് സ്വയം ചിമ്മാൻ മനുഷ്യന് കഴിയില്ല. മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കണം, ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്ന് മയ്യത്തിന് പറയാൻ തോന്നിയിരിക്കാം, പക്ഷേ കഴിയില്ല. നമ്മളെടുത്ത് കുളിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. ആ ഒരു വലിയ യാഥാർത്ഥ്യം കണ്ട് എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ എത്ര ആൾക്കാരുടെ പേരാ വായിക്കുക ഓരോ ആഴ്ചയിലും. നമ്മൾ ആലോചിച്ചോ, നമ്മൾ ഈ പറയുന്ന ഘട്ടങ്ങളിലൂടെ അവരൊക്കെ ആ യാത്രയിൽ പ്രവേശിച്ചു കഴിഞ്ഞു, നമ്മൾ ബാക്കി നിൽക്കുകയാണ്. ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ലോകത്തെ ഏത് സംഗതിയും വരാതിരിക്കാനും സാധ്യതയുള്ള വിഷയങ്ങളാണ് ഈ ഒരു വിഷയം ഒഴികെ. അത് അതിജീവിക്കാൻ എന്തെല്ലാം സാധ്യമാണോ എന്ന് മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഇതിനെ സർവൈവ് ചെയ്യാൻ കഴിയുകയും ഇല്ല. മനുഷ്യന്റെ ശരീരം ഫ്രീസ് ചെയ്തിട്ട് ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇന്ന്. അതിന് ക്രയോജനിക്സ് എന്നാണ് പറയുക. ക്രയോജനിക്സിന് വിധേയമായി കിടക്കുന്ന ഒരുപാട് ബുദ്ധിജീവികൾ ഇന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, 400-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഡെഡ് ബോഡികൾ ഇന്ന് ക്രയോജനിക്സിന് വിധേയമായി സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരായ മുഴുവൻ ചിന്തകന്മാർ, അതിൽ പ്രമുഖന്മാർ, ലെനിൻ അടക്കമുള്ള ആളുകൾ ക്രയോജനിക്സിന് വിധേയമായി കിടക്കുന്ന ഡെഡ് ബോഡിയാണ്. മറവേതിട്ടില്ല, ക്രയോജനിക്സിൽ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് വൈദ്യശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡെഡ് ബോഡിയിലേക്ക് ജീവൻ സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നാൽ, മാക്സിനെയും എംഗൽസിനെയും ഒക്കെ എഴുന്നേൽപ്പിക്കാൻ സാധിച്ചാൽ അവർ ലോകത്തോട് ഇനിയും തത്വങ്ങൾ പറഞ്ഞാലോ എന്ന് മോഹിച്ചുകൊണ്ട് ക്രയോജനിക്സിന് വിധേയമാക്കിയിരിക്കുന്ന ഡെഡ് ബോഡികൾ. വലിയ വലിയ മില്യനേഴ്സ്, ലോകത്ത് വലിയ വലിയ പണക്കാർ മരണശേഷമുള്ള വസിയത്ത് തന്നെ ഇതാണ്: ക്രയോജനിക്സിന് വിധേയമാക്കണം, എന്നെ നശിപ്പിച്ച് കളഞ്ഞേക്കരുത്, എന്റെ ഡെഡ് ബോഡി മില്യൺ കണക്കിന് $, ചെലവഴിച്ചിട്ടാണ് ഈ പണി ചെയ്യുക. എന്തിനാണത്? ഏതെങ്കിലും കാലത്ത് എഴുന്നേൽക്കാൻ പറ്റിയാൽ ഈ മയ്യത്ത് കട്ടിൽ നിന്ന് എഴുന്നേൽക്കാമല്ലോ എന്ന് വിചാരിച്ച്. നമ്മളൊക്കെ വിചാരിക്കുന്നു ഇതൊക്കെ ഒരു സ്വപ്നമായിരിക്കും. ഇങ്ങനെ ഇന്ന് നടക്കുന്നു. വേണമെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ക്രയോജനിക്സ്. സുബ്ഹാനല്ലാഹ്. قل إن الموت الذي تفرون منه قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة ഖുൽ പറഞ്ഞു കൊടുക്കൂ നബിയേ, ഇന്നൽ മൗത്ത്, തീർച്ചയായും മരണം, അല്ലദീ തഫിറൂന മിൻഹ്, നിങ്ങൾ അതിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്.
മരിക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ് ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഫഇന്നഹും മുലാഖീകും, അത് നിങ്ങളെ ഇങ്ങോട്ട് വന്ന് കാണുക തന്നെ ചെയ്യും. എന്നെ കാണണ്ടെന്ന് വിചാരിച്ച് ഓടുകയാണ്, പക്ഷെ നീ ഓടണ്ട, നിന്റെ അടുത്തേക്ക് മരണം ഓടി വരും എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. അത് അതിജീവിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ലോകത്തിന് ബാക്കി വെച്ചേനെ. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗതു ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. മനുഷ്യൻ വിളിച്ചു പറയും അത്രേ, മനുഷ്യൻ വിളിച്ചു പറയും ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, മരണം വന്നെത്തുമ്പോഴേക്കും, മരണത്തെ മുഖാമുഖം കാണുമ്പോഴേക്കും മനുഷ്യൻ പറയും റബ്ബിർജിഊൻ, പടച്ചവനെ എന്നെ മടക്കി തരണമേ എന്ന് മനുഷ്യൻ വിളിച്ചു പറയും. മനുഷ്യനെ പടച്ച മാനുഫാക്ചറാണ് നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ. അങ്ങനെയാണല്ലോ, ഏതൊരു പ്രൊഡക്റ്റും അത് ആര് മാനുഫാക്ചർ ചെയ്യുന്നോ അവർക്കാണ് അതിനെ they could describe it best. അതെന്താണ്, അതിന്റെ കോലെന്താണ്, അത് എപ്പോൾ കേടുവരും, എപ്പോൾ നന്നാവും, എന്ത് ചെയ്താൽ ശരിയാവും, ഇതൊക്കെ പറയാൻ അതുണ്ടാക്കിയ ആൾക്കേ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സ്വഭാവങ്ങൾ ഖുർആനിൽ വിവരിക്കുന്നത് ഇങ്ങനെ കണ്ടാൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോകും. മനുഷ്യന്റെ സ്വഭാവങ്ങൾ, പ്രകടമായ സ്വഭാവങ്ങൾ എല്ലാം ഖുർആൻ പറഞ്ഞു. അതിൽ നമ്മെ ഏറ്റവും ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം മരണത്തെ കണ്ടുമുട്ടുമ്പോഴുള്ള രംഗങ്ങളാണ്. ആ നേരത്ത് മനുഷ്യൻ എന്ത് പറയും, എന്ത് ചെയ്യും എന്ന് അല്ലാഹു പറയുന്നു. മനുഷ്യൻ പറയും, എന്നെ നീ തിരിച്ചയക്കണം പടച്ചവനെ. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. അല്ലാഹു പറഞ്ഞു വകാനൽ ഇൻസാനു അജൂല, മനുഷ്യൻ വല്ലാതെ ധൃതി പിടിക്കുന്ന ആളാണ്. ഞാനും നിങ്ങളൊക്കെ അങ്ങനെ തന്നെ അല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. ഏത് വിഷയത്തിലും ധൃതി. അല്ലാഹു മനുഷ്യന്റെ സ്വഭാവങ്ങൾ പറഞ്ഞ ചില ആയത്തുകൾ, വകാനൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് പറഞ്ഞാൽ പോലും മനുഷ്യനിൽ ഒരു ദൗർബല്യമുണ്ട്, മനുഷ്യൻ ദുർബലനാണ്. അങ്ങനെയാണല്ലോ, ഒരൊറ്റ അസുഖത്തിന്റെ ഒരു അടയാളം വന്നു, ഡോക്ടർ ഒന്ന് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലായിരിക്കാം പക്ഷെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ എല്ലാ ഉഷാറും. വകാനൽ ഇൻസാനു ദഈഫ വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനാണ്. വയദുഉൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈർ, മനുഷ്യൻ നന്മയെ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഒരാൾക്ക് തിന്മ വരാനും പ്രാർത്ഥിക്കുന്നവനാണ്. നമ്മൾ ആരെപ്പറ്റി എന്തെല്ലാം പുകഴ്ത്തി പറയുന്നുണ്ടോ ആ മനുഷ്യനും നമ്മളും തമ്മിൽ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ചക്കുറവ് വന്നാൽ അയാളെപ്പറ്റി നമ്മൾ അസഭ്യം പറയും. അങ്ങനെയാണ്, തലയിലേറ്റി കൊണ്ടു നടക്കുന്ന ആൾക്കാരെ പറ്റി പിന്നെ തൊട്ട് നിമിഷം മുതൽ അസഭ്യം പറയും. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. മനുഷ്യൻ വല്ലാതെ തർക്കിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. തർക്കം ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. ഇങ്ങനെ മനുഷ്യന്റെ ഹ്യൂമൻ സൈക്കോളജി അല്ലാഹു ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും നമുക്ക് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ സെൽഫ് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ഇത് നമ്മുടെ പ്രകൃതങ്ങളിൽ. ഇതിനെ മറികടക്കാനാണ് ശരീഅത്ത്, ഇതിനെ മറികടക്കാനാണ് ദീനുൽ ഇസ്ലാം, ഇതിനെ മറികടക്കാനുള്ള സന്ദേശമാണ് അംബിയാഇന്റെ റിസാലത്ത്. ഞാൻ അങ്ങനെയാണെന്ന് ഞാൻ അങ്ങനെ ആയിക്കോട്ടെ, അതല്ല, ആ പ്രകൃതം നീ മാറ്റിയെടുക്കണം. അതിനാണ് അംബിയാക്കന്മാർ വന്നത്. നീ വലിയ ദേഷ്യക്കാരനാണ്, ലാ തഗ്ലബ്, നീ ദേഷ്യപ്പെടല്ലേ, ഇത് പറയാനാണ് ശരീഅത്ത് ഇവിടെ ഉള്ളത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറയുന്നു ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കാതെ തോന്നിവാസം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് മരണമെത്തുമ്പോഴേക്കും, ആന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് മരണം കാണുമ്പോഴേക്കും മനുഷ്യന് ബോധം വരുമെന്നാണ്. അതുവരെ ബോധമില്ലാത്ത ആൾക്ക് മരിച്ചാൽ ബോധം വരുന്നല്ല, മരണം കാണുമ്പോഴേക്കും ബോധം വരും. സുബ്ഹാനല്ലാഹ്, അവിടെ പറയും റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കി തരണമേ.
ഏത് ആത്മഹത്യ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ വന്ന് എന്നെ അഴിച്ചു തന്നെങ്കിൽ എന്ന് കൊതിക്കാത്ത ആത്മഹത്യ ചെയ്യുന്ന ഒരു മനുഷ്യനുമില്ല. റബ്ബിർജിഉൻ, ഇത് അള്ളാഹു പറയുകയാണ്. മനുഷ്യൻ ഇത് പറയും. നിനക്കെ പറഞ്ഞ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയില്ലേ, അത് മരിച്ചു നോക്കണം, വേണ്ടെന്നാ പറയാ. റബ്ബിർജിഊൻ, എന്നെ മടക്കിത്താ പടച്ചവനെ. റബ്ബിർജിഊൻ, എന്നെ ഒന്ന് തിരിച്ചയക്കണമേ. എന്നിട്ടോ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, എത്രയോ സമയം ഞാൻ ഉപേക്ഷിച്ചു പോന്നിട്ടുണ്ട് പടച്ചവനെ, അവിടെയൊക്കെ ഞാൻ സൽക്കർമ്മം ചെയ്തു കൊള്ളാം. എത്രയോ സാഹചര്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അമൽ സ്വാലിഹാത്ത് ചെയ്യാൻ, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എത്രയോ സ്വാലിഹാത്തുകൾ ഞാൻ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ലഅല്ലി അഅമലു സ്വാലിഹ, ഞാൻ ഇനി മുതൽ നല്ല പിള്ളയായി ജീവിക്കാൻ പടച്ചവനെ, എന്നെ ഒന്ന് മടക്കി തരുമോ? അല്ലാഹുവിനോട് ചോദിക്കും. നമ്മളൊക്കെ ചോദിക്കുമെന്നാണ്. പടച്ചവനെ ഇപ്പൊ വേണോ? പടച്ചവനെ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞോട്ടെ, പടച്ചവനെ കുടിരിക്കൽ കഴിഞ്ഞിട്ടില്ലല്ലോ, നാളെ മറ്റന്നാളല്ലേ കുടിരിക്കൽ കഴിഞ്ഞിട്ട് പോരെ? മനുഷ്യൻ ചോദിക്കും. നമ്മൾ തിരക്ക് കഴിഞ്ഞിട്ട് മരിച്ചു പോകാൻ നേരം ഉണ്ടാവില്ല. മനുഷ്യൻ വല്ലാതെ തിരക്കിൽ, വകാനൽ ഇൻസാനു അജൂല, മനുഷ്യൻ ഭയങ്കര തിരക്കുള്ള ആളല്ലേ, എന്നാലൊരു പണിയില്ല. നമ്മുടെ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് മരിക്കാൻ കഴിയില്ല. അത് അല്ലാഹു നിശ്ചയിച്ചു വെച്ചു. എപ്പോ വിളിക്കുന്നുവോ പോരണം എന്ന് റെഡിയായിട്ട് നിന്നോളൂ. ഇസ്തിഅദാദു ലിൽ മൗത്ത് ഖബ്ലൽ മൗത്ത്. അല്ലാഹു നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ ആലോചിച്ച് മനസ്സിലേക്ക് കൊണ്ടു നടന്നെന്ന് ഡൈജസ്റ്റ് ചെയ്യാതെ ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളെ പറ്റി ഇങ്ങനെ ആലോചിക്കുക. നമ്മൾ മരണത്തെ മുന്നിൽ കാണുന്ന ഒരു രംഗം എന്താണ് നമുക്ക് അള്ളാഹുവിനോട് പറയാനുണ്ടാവുക? മഹാന്മാരായ സ്വാലിഹീങ്ങളൊക്കെ പേടിച്ചത്, അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളുടെ അഥറുകളിൽ കാണാൻ കഴിയുന്നത്, ഒരു മനുഷ്യൻ സങ്കടപ്പെട്ടത്, മാ നദിംതു അലാ ഷൈഇൻ കനദമി അലാ യൗമിൻ, മനുഷ്യൻ സങ്കടപ്പെടേണ്ട ഒരു വിഷയം, ഏറ്റവും കൂടുതൽ സങ്കടപ്പെടേണ്ട ഒരു വിഷയം, നഖസ മിൻ ഉംരി വലം യസ്ദദ് ഫീഹി സാലിഹു അമലി, ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു പോയാൽ മനുഷ്യൻ പേടിക്കണമെന്നാണ്. പടച്ചോനെ, ആ ഒരു ദിവസം എനിക്ക് അല്ലാഹു നിശ്ചയിച്ച കൃത്യമായ ഒരു അളവിൽ നിന്ന് കുറഞ്ഞു, പക്ഷേ ആ ദിവസത്തിൽ എനിക്ക് നന്മകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനത്തെ ഒരു ദിവസത്തെ ചൊല്ലി ഖേദിക്കുന്നതിലേറെ മറ്റൊന്നിനെ ചൊല്ലിയും ഖേദിക്കേണ്ടി വരികയില്ലെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ആലോചിച്ച് നോക്കിയാൽ. അതാണ് നമ്മൾ ഈ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ല. വെറുതെ ഒരു കുട്ടി ജനിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ സ്വാലിഹീങ്ങൾ അവരുടെ ആധാറുകളും മനാഖിബുകളും അറിയാനും മനസ്സിലാക്കാനും അത് ഉപകരിക്കും. നേരെ മറിച്ച് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ നമ്മൾ തന്നെ ആഘോഷിച്ചു, എന്താണ് ഇതിന്റെ മീനിങ്? ശരിക്ക് ഈ ദുന്യാവിലെ ജീവിതം ഇതന്നെ ഉള്ളൂ. ഇൻഹിയ ഇല്ലാ ഹയാതുന ദുന്യ നമൂതു വനഹ്യ, ഇത് ഈ ലോകത്തൊരു ജീവിതം ഇത്ര തന്നെ അള്ളാഹു തന്നിട്ടുള്ളൂ. ഈ ഒരു ജീവിതം, അവിടെ നമ്മൾ മരിക്കുന്നു, കുറച്ചു കൂട്ടർ ജീവിക്കുന്നു, കുറച്ചു കൂട്ടർ മരിക്കുന്നു, ഇതന്നെയാണ് ലോകം എന്ന് വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ. നേരെ മറിച്ച് ഇത് നൽകപ്പെട്ട വളരെ വളരെ കൃത്യമായി അല്ലാഹു അളന്ന് വളരെ കൃത്യമായി തന്ന ഒരു അളവാണ്. അത് മിസ്സായി പോയാൽ എനിക്ക് മിസ്സായത് തന്നെ, എനിക്ക് നഷ്ടമായത് തന്നെ. പടച്ചവനെ, അതിൽ നിന്ന് ഞാൻ എത്ര അമല സ്വാലിഹാത്ത് എടുക്കുന്നുവോ അതിനനുസരിച്ചാണ് എൻ്റെ ആഖിറത്തിലെ വിജയം. ഇതറിയുന്നൊരു മനുഷ്യൻ ഒരു കൊല്ലം കഴിഞ്ഞു പോയതിൽ സങ്കടപ്പെടുകയാ ചെയ്യുക. അല്ലെങ്കിൽ ഒന്ന് ഇരുന്ന് ആലോചിക്കണം, ഞാൻ എന്തേ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ചെയ്തത്, എന്ത് അമലുകൾ എനിക്ക് കൂട്ടിയെടുക്കാൻ പറ്റി എന്ന്. സുബ്ഹാനല്ലാഹ്, ഒരു ഇൻട്രോസ്പെക്ഷൻ, നമ്മുടെ ഉള്ളിലേക്കുള്ളൊരു നോട്ടം, ഇതിനുപകരിക്കണം നമ്മുടെ ദിവസങ്ങൾ. സുബ്ഹാനല്ലാഹ്. റബ്ബിർജിഊൻ, ഇർജിഅനി എന്നാ പറയേണ്ടത്, എന്നെ നീ മടക്കിത്താ, നിങ്ങളെല്ലാവരും എന്നെ മടക്കിത്തരീന്ന ആ വാക്ക് പറയാം. റബ്ബിർജിഊൻ, എന്തേ അത് ബേജാറ് കൊണ്ട് മനുഷ്യൻ പറയാ. എന്നെ പിടിച്ചോളി എന്ന് പറയുന്നു, ഒരാളെ അവിടെ പിടിക്കാനുള്ളൂ, എന്നാലും പറയുന്നെ പിടിച്ചോളി. എന്നെ കുറെ ആളോട് പറയുന്ന പോലെ, എന്താ ബേജാറിന്, കഴിയുന്നവരൊക്കെ എന്നെ പിടിച്ച് രക്ഷിക്കുക എന്ന് പറയുന്ന പോലെ, റബ്ബിർജിഊൻ, പടച്ചോനെ നിങ്ങളെല്ലാവരും എന്നെ പിടിച്ചെന്ന് എന്നെ ഒന്ന് തിരിച്ചയക്കിൻ, എന്നെ ഒന്ന് ദുന്യാവിലേക്ക് എന്നെ വിട്ടയക്കിൻ, കുറച്ചു നേരം ഞാൻ നന്നായിട്ട് വരാം. റബ്ബിർജിഊൻ. എന്നാ പിന്നെ മനുഷ്യൻ നന്നാകുമോ? അള്ളാഹ്ക്കറിയാം ഇല്ല എന്ന്. സുബ്ഹാനല്ലാഹ്. എത്രയോ ആളുകൾ
എത്രയോ ആളുകൾ അങ്ങനെ ജീവിതത്തിൽ മരണത്തെ മുന്നിൽ കണ്ട് തിരിച്ചു വന്ന ആളുകൾ പാഠം പഠിക്കാത്തവരുണ്ട്. ജീവിതത്തിൽ മയക്കുമരുന്നിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട് 9.5 വർഷം ജയിലിൽ കടന്ന് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ കുറച്ച് ഖുർആനൊക്കെ ഹിഫ്ളാക്കിയിരുന്നു. ഖുർആനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നാട്ടിലെ ജയിലിലാണ് കഴിഞ്ഞത്. തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അയാൾ പിന്നെയും മയക്കുമരുന്നിന്റെ അഡിക്റ്റ്, മദ്യപാനിയായി ജീവിക്കുന്ന ഒരവസ്ഥ. എൻ്റെ അനുഭവത്തിൽ ഞാൻ ചിന്തിച്ചു പോയി, അള്ളാഹു പറഞ്ഞ ഈ വാക്ക് എത്ര കൃത്യമാണ്. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു പറച്ചിലവൻ പറയുകയാണ്, അവനത് ചെയ്യൂല. എന്നെ മടക്കി വിട്ടാൽ ഞാൻ നല്ല കുട്ടിയായി ജീവിച്ചു കൊള്ളാം പടച്ചവനെ, ഞാനിനി തെറ്റ് ചെയ്യൂല എന്ന് മനുഷ്യൻ പറയുന്നു. കല്ലാ, വേണ്ട, ആ പറച്ചിൽ ഗൗനിക്കുകയേ വേണ്ട. അതൊരിക്കലും നടക്കുന്നില്ല. നിന്നെ തിരിച്ചയക്കാൻ പോകുന്നില്ല. നീ പറഞ്ഞ വാക്ക് നീ പാലിക്കുകയും ഇല്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവനങ്ങനെ പറയുന്നു, അതൊന്നും അവൻ പാലിക്കാൻ പോകുന്ന വാക്കല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അച്ചവനെ, മനുഷ്യന് നൽകപ്പെട്ട ഒരു ഡെഡ് ലൈൻ മനുഷ്യൻ മീറ്റ് ചെയ്യുമ്പോഴാണ് മനുഷ്യൻ ഉണരുന്നത്. ഏതൊരു വിഷയം അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനുഷ്യന് ജോലിയിൽ ഒരു ടെർമിനേഷൻ വന്നെന്ന് വിചാരിക്കാം, അപ്പൊ പറയും എന്തായാലും ഇനി ഞാൻ ചെയ്യൂല, ഒരു മാപ്പ്, ഒരു അപ്പോളജി, എനിക്കൊരു മാപ്പാക്കി തരണം. എക്സാം എഴുതാൻ പോവാണ്, അപ്പൊ പറയും 1 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് എക്സാം തുടങ്ങുന്നെങ്കിൽ എനിക്ക് ഇതിലും ബെറ്ററായിട്ട് എഴുതാമായിരുന്നല്ലോ. എവിടെ മാസങ്ങളോളം ലീവ് ഇട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അപ്പം വെച്ചിട്ടൊരു ഓർമ്മ വരും. നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ടാകും. ആലോചിച്ച് നോക്കി, ഏതൊരു വിഷയത്തിന് ഡെഡ് ലൈൻ നാളെ, ഇന്ന്, ഇപ്പോ എന്ന് പറയുമ്പോൾ പടച്ചോനെ ഒന്നും കൂടെ ആണെങ്കിൽ എനിക്ക് ഒന്നും കൂടെ ഉഷാറാക്കാമായിരുന്നല്ലോ. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അങ്ങനെ ചെയ്യുന്നവൻ അൽ ഹയ്യിസ്, ഏറ്റവും നല്ല ബുദ്ധിമാനി എന്ന് പറഞ്ഞത് എന്താ? മൻ ദാന നഫ്സഹു വഅമല ലിമാ ബഅദൽ മൗത്ത്, ല്ലേ? സ്വന്തം ശരീരത്തെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുകയും സ്വന്തം നഫ്സിനെ കൺട്രോൾ ചെയ്യുകയും ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ആളാണ് ഏറ്റവും വലിയ ബുദ്ധിമാനി. വരട്ടെ എന്ന് കാത്തിരിക്കലല്ല, ഇപ്പോഴേ തുടങ്ങുന്നവൻ. മനുഷ്യൻ അങ്ങനെ പറയും, ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ പറയുമെന്നാണ്. റബ്ബിർജിഊൻ, സ്വർഗത്തിലെത്തിയാൽ സ്വർഗവാസികൾ സങ്കടപ്പെടുന്ന വിഷയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നൽ ജന്നത മിഅതു ദറജ, സ്വർഗം എന്നത് 100 ലെവലുകളാണ്. മാ ബൈന കുല്ലി മിൻഹാ കമാ ബൈന السماء والارض, ഓരോ ദറജയുടെയും ഇടയിലുള്ള ഗ്യാപ്പ്, അതിന്റെ വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലുള്ളതുപോലെ അങ്ങനത്തെ 100 ലെവലുകളാണ് സ്വർഗമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 100 ലെവലുകളാണ് സ്വർഗത്തിന്. ഒന്നിന്റെ മറ്റേന്റെ ഇടയിലുള്ള വ്യത്യാസം എത്ര? ഭൂമി നിന്ന് 1ാം ആകാശത്തേക്കുള്ളതുപോലെ എത്ര? 200 കോടി പ്രകാശവർഷം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ പോയാൽ 200 കോടി കൊല്ലമെടുക്കുന്ന ഈ വ്യത്യാസം ആണ് ഭൂമിയുടെയും 1ാം ആകാശത്തിന്റെയും ഇടയിൽ. അതുപോലെ അങ്ങനെ കിടക്കുന്ന 100 തട്ടുകളായ സ്വർഗലോകത്തേക്ക് മുഅ്മിനായ മനുഷ്യന്റെ അമലുകളുടെ തോതനുസരിച്ച് അല്ലാഹു അവർക്ക് സ്വർഗത്തിലെ സ്ഥാനങ്ങൾ നിർണയിച്ചു കൊടുക്കുമ്പോൾ ഒരു മുഅ്മിൻ സ്വർഗത്തിൽ കടന്നതിൽ പിന്നെ സങ്കടപ്പെടുന്ന ഒരു വിഷയം, പടച്ചവനെ, ഞാൻ എൻ്റെ ജീവിതകാലത്ത് കുറച്ചെങ്കിലും ഒരു ഇബാദത്ത് കൂടുതൽ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് അല്ലാഹുവേ തൊട്ടടുത്ത ലെവലിലേക്ക് എത്താമായിരുന്നല്ലോ. പടച്ചോനെ, ആ ഒരു ശവ്വാലിന്റെ സുന്നത്ത് നോമ്പും കൂടെ എടുക്കാൻ പറ്റിയെങ്കിൽ, പടച്ചോനെ, അന്ന് അറഫ നോമ്പും മിസ്സായിപ്പോയി, അള്ളാഹുവെ ആ ഒരു താസുവാവും ആഷൂറാവും മിസ്സായിപ്പോയല്ലോ, പടച്ചവനെ മേറാജിന്റെ അന്ന്, പടച്ചവനെ ബറാത്തിന്റെ അന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇതിനെ ഓർത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഈ ലെവൽ ഒന്ന് ഉയർന്നു കിട്ടിയേനെ എന്ന് കൊതിച്ചു പോകും സ്വർഗവാസി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും സങ്കടം വരൽ ഈ വിഷയത്തിലാണ്. കുറച്ചെങ്കിലും അമൽ കൂടുതൽ ചെയ്തിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ അല്ലാഹുവിന്റെ ശിക്ഷയിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. ദുനിയാവിൽ ചിന്തിക്കാതെ നടന്നു, ഒന്നും ആലോചിക്കാതെ നടന്നു. ഡ്രിവൻ ബൈ പാഷൻ, അങ്ങനല്ലേ മനുഷ്യൻ എന്ന് പറയുന്നത്? എന്തൊക്കെയോ ചില വഹമുകളുടെ പിന്നാലെ, ചില ഊഹങ്ങളുടെ പിന്നാലെ ഓടുകയാണ്. ചെറുപ്പക്കാരുടെ ഒക്കെ മനസ്സിൽ ജീവിതം എന്നത് എന്തോ ഒരു ഇമാജിനേഷനാണ്.
റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ യാഥാർത്ഥ്യം എന്താണെന്ന് അവരുടെ ചിന്തയിലില്ല. എന്തോ ഒരു റൊമാൻറ്റിക്, ഇതൊന്നും ഈ കാണുന്നതൊന്നുമല്ല ലോകം. ചെറുപ്പക്കാരുടെ നടത്തവും അവരുടെ ക്രയവിക്രയങ്ങളൊക്കെ കണ്ടു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, നമ്മൾ ഈ ജീവിച്ചു കൊണ്ടിരിക്കും, ഇതൊന്നുമല്ല ജീവിതം, നിങ്ങൾക്കൊന്നും അറിയാത്തൊരു ജീവിതം വേറെയുണ്ട് എന്ന മട്ടിൽ എന്തോ ഒരു ഊഹത്തിന്റെ പിന്നാലെ അങ്ങനെ നടക്കുമ്പോൾ മരണം മുന്നിൽ കാണുകയാണ്. അപ്പൊ പറയുന്നു, മരിക്കുന്നതിന്റെ മുമ്പേ അല്ലാഹു തആല മനുഷ്യന്റെ അകക്കാഴ്ചകളെ തുറക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മലക്കിനെ കാണും. നമുക്കിപ്പോ മലക്കുകളെ കാണാൻ കഴിയില്ല, അല്ലേ? മുൻകർ നകീർ അലൈഹിമുസ്സലാം ഫയുഖഇദാനിഹി ബർസഖിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യൻ മലക്കുകളെ കാണുന്നുണ്ട്, മലക്കുകളെ അനുഭവിക്കുന്നുണ്ട്. മലക്കുകളെ ഇപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് കാണും. നമ്മുടെ കണ്ണിന്റെ മറയായി നിൽക്കുന്ന മലക്കുകൾ മരിക്കുന്നതോടുകൂടെ കണ്ണ് ക്ലോസ് ആണ്, പക്ഷെ കാണാത്ത പലതും കാണും. അതാണ് മരണത്തിന്റെ പ്രത്യേകത. ബർസഖ് എന്നല്ലേ അല്ലാഹു വിളിക്കുന്നത്. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ നഷ്ടപ്പെടുത്തിയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് പടച്ചവനെ, അത് ഞാൻ വീണ്ടെടുത്തുകൊള്ളാം. എന്നെ ദുന്യാവിലേക്ക് തിരിച്ചയക്കുമോ, കുറച്ചു കാലം കൂടെ എനിക്ക് ആയുസ് തരുമോ എന്ന് മനുഷ്യൻ ചോദിക്കുമ്പോ ഖല്ലാ, സാധ്യമല്ല എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ മറുപടി നൽകുന്നു. ഖല്ലാ, കഴിഞ്ഞു, വേറൊന്നും പറയാൻ. ഖല്ലാ, സാധ്യമല്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. അതവൻ ദുന്യാവിൽ പലതവണ പറഞ്ഞതാണ്. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വെറും വാക്കാണത്. അതിന് മീനിങ് ഇല്ല, വെറുതെ പറയാൻ. ഞാൻ പോയാൽ നന്നാകുമെന്ന്, നന്നാവില്ല. وَمِنْ وَرَائِهِمْ بَرْزَخٌ إِلَى يَوْمِ يُبْعَثُونَ. ഈ മരണം മനുഷ്യനെ പ്രാപിക്കുന്നതോടുകൂടെ അവന്റെ പിറകിൽ കിടക്കുന്നത്, തൊട്ടുടനെ വരാൻ പോകുന്നത് ബർസഖുൻ, ബർസഖാൻ ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ പിന്നെ ബർസഖ് എന്ന ലോകത്താണ് അവൻ കിടക്കാൻ പോകുന്നത്. മരിച്ചു കഴിഞ്ഞാൽ മരണം മുതൽ, ഖബറിലേക്ക് വെച്ചത് മുതൽ, ഖബറങ്ങ് മൂടിക്കഴിഞ്ഞാൽ അവിടെ മുതൽ ആ ഖബർ പിന്നെ തുറക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ്. ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖത്തുൻ വാഹിദ, ഒന്നാമത്തെ ഊത്തിലൂടെ പ്രപഞ്ചം അല്ലാഹു നശിപ്പിക്കുകയും നമ്മൾ കാണുന്ന ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ താറുമാറാവുകയും പ്രപഞ്ചം യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്ന് കാണുന്ന ചന്ദ്രൻ, ഇന്ന് കാണുന്ന ഭൂമി, ഇന്ന് കാണുന്ന സൂര്യൻ, ഇതൊന്നുമല്ല അന്ന്. ആകെ മാറിയിട്ടുണ്ട്, ഒന്നാകെ മാറിയിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ സെലസ്ഷ്യൽ ബോഡീസ് മുഴുവനും മാറിക്കഴിഞ്ഞു, എല്ലാം മാറ്റത്തിന് വിധേയമായി കഴിഞ്ഞു. അതിനുശേഷം മറ്റൊരു ഊത്തുകൂടെ ഊതുന്നു ഇസ്രാഫീൽ അലൈഹിസ്സലാം. അപ്പോഴാണ് എഴുന്നേറ്റ് നോക്കുക, എവിടെയാണിപ്പോ, എവിടെയാണിത്? പറയില്ലേ, ഖാലൂ മൻ ബഅസനാ മിൻ മർഖദിനാ യാ വൈലനാ, സൂറത്ത് യാസീൻ. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. ഈ ആയത്ത് ഓതുമ്പോൾ അവിടെ ഒരു സഖത്തയുണ്ട്. മൻ ബഅസനാ മിൻ മർഖദിനാ എന്നവിടെ നിർത്തണം, അല്ലെങ്കിൽ ശ്വാസം വിടാതെ നിർത്തണം, സഖത്ത ചെയ്യണം, അല്ലെങ്കിൽ വഖഫ് ചെയ്യണം. അവര് പറയും മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണാവോ ഞങ്ങളെ ഈ വിളിച്ചുണർത്തിയത്, ആരാണാവോ ഞങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത്. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നത്. ആരാണാവോ ഞങ്ങളെ ഈ വിളിച്ചുണർത്തിയത്, ആരാണാവോ ഞങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത് എന്നവർ പറയും. അപ്പം മലക്കുകൾ പറയുന്ന മറുപടിയാണ് ഹാദാ മാ വഅദർ റഹ്മാൻ, ഇത് നിങ്ങൾക്ക് കാരുണ്യവാനായ അല്ലാഹു കരാർ ചെയ്തിരുന്ന വിഷയമായിരുന്നുവല്ലോ. ഇത് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ പറഞ്ഞു തന്നിട്ടില്ലേ, അല്ലാഹുവിന്റെ മുർസലീങ്ങൾ പറഞ്ഞു പോയിട്ടില്ലേ, ദീനിന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ചു പോയിട്ടില്ലേ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന്. അതാണിത്. ഹാദാ മാ വഅദർ റഹ്മാൻ, അത് മുബ്തദയും ഖബറുമാണ്. അവിടെ ഒരു സെന്റൻസ് തുടങ്ങുകയാണ്. മിൻ മർഖദിനാ ഹാദാ എന്ന് പറഞ്ഞാൽ പിന്നെ ശേഷം മാ വഅദർ റഹ്മാൻ പിന്നെ
നിസ്ബ കിട്ടൂല, അത് ശരിയാവില്ല, അർത്ഥം ശരിയാവില്ല. അതുകൊണ്ട് അവിടെ വഖഫ് ചെയ്യണം എന്ന് പറഞ്ഞു. ഒന്നുകിൽ വഖഫ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സക്കത്തെങ്കിലും ചെയ്യണം. എഴുന്നേൽക്കാണ്. ആ ഒരു എഴുന്നേൽക്കലല്ലാതെ അതിന്റെ മുമ്പ് പിന്നെ പുറം ലോകം മനുഷ്യൻ കാണുന്നില്ല. ബർസഖ് എന്ന് പറഞ്ഞാൽ കർട്ടൻ എന്നാണ്. നമ്മുടെ ഈ സ്റ്റേജിന്റെ കർട്ടൻ, അതിന്റെ ഈ കർട്ടൻ അങ്ങ് നീക്കിക്കഴിഞ്ഞാൽ അതിന്റെ പുറത്തുള്ളത് ബർസഖാണ്. ഒരു കർട്ടൻ, എനി ബാരിയർ, അതിനൊക്കെ നമ്മൾക്ക് ബർസഖ് എന്ന് പറയും. മനുഷ്യന്റെ കാഴ്ച ലോകത്തിന്റെ അപ്പുറത്താണ് എന്നതിനർത്ഥം. മനുഷ്യന്റെ പ്രത്യക്ഷമായ വിസിബിലിറ്റി മനുഷ്യന്റെ കാഴ്ചക്ക് പുറത്താണ്. അവിടെ നടക്കുന്നത് ഈ കണ്ണുകൊണ്ട് കാണൂല. അത് പറഞ്ഞു തരുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب. സൂറത്ത് ഗാഫിറിൽ അല്ലാഹു ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ആയത്ത് ഇതാണ്. ഖബറിൽ ശിക്ഷയുണ്ടോ? ആയിരക്കണക്കിന് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചു. ഖുർആനിൽ സൂറത്ത് ഗാഫിറിൽ ഫിർഔനിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ ഭാഗം അതാണ്. അന്നാറു യുഅറദൂന അലൈഹാ, നരകം അവർക്ക് കാണിക്കപ്പെടുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും അല്ലാഹു അവർക്ക് നരകം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ അല്ലാഹു മലക്കുകളോട് പറയും, അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. ഫിർഔനെയും ഫറോവയെയും അവന്റെ ആളുകളെയും ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് കൊണ്ടുപോകൂ എന്ന് പരലോകത്ത് അല്ലാഹു പറയുകയും ചെയ്യും. ഇപ്പോ ദുന്യാവിലായിരിക്കെ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നരകം അവന് കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആലമുൽ ബർസഖാൻ. ഫറോവയുടെ ഡെഡ് ബോഡി കിട്ടുന്നത് അടുത്ത കാലത്താണ്. ഈ 1900-ലാണ്. 1800-ലൊന്നും ഫറോവയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. ഇന്ന് കിടക്കുന്ന ഫറോവ മ്യൂസിയത്തിലാണ്. കുറെ കാലം ലണ്ടൻ മ്യൂസിയത്തിലായിരുന്നു, അവിടെ നിന്ന് വന്നിപ്പോ കെയ്റോ മ്യൂസിയത്തിലാണ്. ആ കിടക്കുന്ന ഫറോവ അന്നാറു യുഅറദൂന അലൈഹാ, നരകത്തിന്മേൽ ഇവരെ കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫറോവയും പിന്നെ കിടക്കുന്ന ഏതെല്ലാം അവിടുത്തെ ഗ്രേവിയാർഡുകൾ കിടക്കുന്ന ഏതെല്ലാം ഫറോവയുടെ ശിങ്കിടിമാരുണ്ടോ അവർ മുഴുവനും നരകത്തിന്മേൽ നരകം കാണിക്കപ്പെടുന്നു. ഉദുവ്വം വഅശിയ്യ, രാവിലെയും വൈകുന്നേരവും, ദിവസം 2 വീതം. എത്ര കാലമായി, എത്ര ദിവസങ്ങളായി, എത്ര വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാളാകുമ്പോൾ അവർ അല്ലാഹു നരകത്തിലേക്ക് കൊണ്ടുപോകും. അശദ്ദിൽ അദാബ്, ഏറ്റവും the severe punishment, ഏറ്റവും the greatest punishment, ഏറ്റവും അതിശക്തമായ ശിക്ഷ ഏതോ അതിലേക്ക് അവരെ കൊണ്ടുപോകൂ എന്ന് അല്ലാഹു മലക്കുകളോട് പറയുകയും ചെയ്യും. അപ്പോ നരകം അവർക്ക് ഖിയാമത്തിന്റെ മുമ്പേ കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എവിടെയാണോ അവരുള്ളത് അവിടെ നരകം കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയില്ല. ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു. ഖബറിൽ കിടക്കുന്ന ലോകം എന്നത് ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ ലോകത്തോട് ഉപമിക്കാൻ, അങ്ങനെയാണ് എന്നല്ല, ഏകദേശം നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. ഒരാൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഉറങ്ങുന്നു എന്ന് വിചാരിക്കുക. അയാൾ എന്തെല്ലാം ഭീകരമായ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അയാളുടെ പിന്നാലെ ഒരുപാട് നായകൾ ഓടിച്ച് പിടിക്കാൻ വേണ്ടി പിന്നാലെ കൂടി ഇയാൾ വാവിട്ട് കരഞ്ഞ് ഓടിയിട്ട് ഓട്ടം എത്തുന്നില്ല. അങ്ങനെയാണല്ലോ ഉറക്കത്തിൽ, ഓടിയാൽ എത്തൂല. ഈ മനുഷ്യൻ വാവിട്ട് കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്തിരുന്ന് നിങ്ങൾ എന്തൊരു പത്രം വായിച്ചിരിക്കുന്നു. തൊട്ടടുത്തുള്ള ആൾ ഉറങ്ങാണ്. നമ്മുടെയൊക്കെ ബാച്ചിലർ റൂമിലൊക്കെ ഉണ്ടാവില്ലേ, നൈറ്റ് ഡ്യൂട്ടിയുള്ള ആൾക്കാർ പകൽ അങ്ങനെ ഉറങ്ങുന്നു, നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടിരിക്കുന്നു അവിടെ. ഈ മനുഷ്യൻ അനുഭവിക്കുന്ന ബേജാർ ഉറങ്ങുന്ന ആൾക്ക് തോന്നുന്നില്ലല്ലോ, ഞാൻ ഉറങ്ങുകയാണ്, ഇതൊന്നും റിയലല്ല എന്ന് ഉറങ്ങണ ആൾക്ക് തോന്നുകയുമില്ല. അയാൾ വിചാരിക്കുന്നത് യഥാർത്ഥ്യം തന്നെയാണെന്ന. ഈ മനുഷ്യന്റെ നിലവിളി നിങ്ങൾ അറിയുന്നുണ്ടോ? ഇല്ല. പക്ഷെ അയാളത് ഫീൽ ചെയ്യുന്നോ? ഉണ്ട്. ഇത് ഖബർ ജീവിതത്തിന്റെ ഒരു ഉപമയാണ്. നേരെമറിച്ച് അങ്ങനെ അല്ല.
ഖബർ ജീവിതം ശരിക്കും ഒരാൾ അനുഭവിക്കുകയാണ്. ഖബർ തുറന്നു നോക്കിയാൽ ഒന്നും കണ്ടില്ല എന്ന് വരും. ഖബറിലേക്കൊരു മൈക്ക് വെച്ചാൽ അവിടുത്തെ ഇടിയുടെ ശബ്ദം കേട്ടില്ല എന്ന് വരും. അതൊന്നും ബർസഖാണ്. അതിനാണ് തങ്ങൾ പറഞ്ഞു ബർസഖ്. മനുഷ്യന്റെ സെൻസുകൾക്ക് നേരിട്ടറിയാൻ പറ്റാത്ത ഒരു ലോകമാണ്. അവിടെ എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞു തരേണ്ടത് വഹ്യാണ്. അത് കിതാബാണ്, അള്ളാഹുവിന്റെ കലാമാണ്, അമ്പിയാക്കന്മാരാണ്. അവർ പറഞ്ഞു ഇതൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്. മിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇത് ബർസഖിന്റെ ചിത്രം അല്ലാഹു പഠിപ്പിച്ചു തരുന്നു. ദുനിയാവിൽ അല്ലാഹുവിനെ വഴിപ്പെടാതെ ജീവിച്ച ആളുകൾക്ക് അല്ലാഹു മരണത്തോടുകൂടെ അവരുടെ അദാബിനെ തുറക്കുകയായി. ബർസഖ് എന്ന ലോകം സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്നത് വരെ, രണ്ടാമത് ആ ഖബറെന്ന് തുറക്കപ്പെടുന്നത് വരെ, ജനങ്ങൾക്ക് അല്ലാഹു പുനർജന്മം നൽകുന്നത് വരെയുള്ള കാലത്തിന്റെ പേരാണ് ബർസഖ്. അത് കഴിഞ്ഞാൽ പിന്നെയാണ് ആഖിറ എന്ന് പറയുക. ആഖിറം എന്ന ലോകം മരണാനന്തരം അല്ലാഹു ജന്മം നൽകിയതിന്റെ ശേഷമാണ്, പുനരുദ്ധാരണം നൽകിയതിന്റെ ശേഷമുള്ള ലോകമാണ് ആലമുൽ ആഖിറ. സ്വർഗമൊക്കെ ആലമുൽ ആഖിറയാണ്, നരകം ആലമുൽ ആഖിറയാണ്. അതുവരെയുള്ളത് ആലമുൽ ബർസഖാണ്, ബർസഖിന്റെ ലോകമാണ്. അല്ലാഹു അവിടെ നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മരണത്തെ കാണുമ്പോഴേക്കും മനുഷ്യൻ ആലമുൽ ഗൈബിലേക്ക് കടക്കുമ്പോഴേക്കും കാണാത്തത് കാണുകയായി, അറിയാത്തത് അറിയുകയുമായി. പരലോകമുണ്ടോ? മരിച്ചാൽ പിന്നെ കഴിഞ്ഞില്ലേ? ലോകം ഇങ്ങനെ കുറച്ച് കാലങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിച്ചു, അത് കഴിഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങ് കുഴിച്ചു മൂടും, പിന്നെ തീർന്നില്ലേ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഇങ്ങനെ പടക്കേണ്ടതുണ്ടോ? ജീവികളിൽ അത്ഭുതമുള്ള ജീവിയല്ലേ മനുഷ്യൻ? അത്ഭുതമുള്ള ജീവിയല്ലേ മനുഷ്യൻ? ഈ പ്രപഞ്ചത്തിൽ നമ്മളെക്കാളും ആരോഗ്യമുണ്ടായിരുന്ന, നമ്മളെക്കാളും ആകാരമുള്ള എത്രയോ ജീവജാലങ്ങൾ കഴിഞ്ഞുപോയി ജീവിച്ചിരിപ്പുണ്ട്. നമ്മളെക്കാളും ശരീരം കൊണ്ട് കഴിവുള്ളവർ. പക്ഷേ ഈ പ്രപഞ്ചത്തെ കീഴടക്കുക, ആകാശവും ഭൂമിയും കടലും കരയും മനുഷ്യന് അധീനപ്പെടുക എന്ന തസ്ഖീർ, അത് മനുഷ്യന് അല്ലാഹു മാത്രം നൽകിയ പ്രത്യേകതയാണ് അല്ലേ? ഈ ഭൂമിയെ, ഈ ആകാശത്തെ, കടലിനെ, ഭൂമിയെ, ചന്ദ്രനെ, വായുവിനെ, സ്പേസ് മനുഷ്യൻ കീഴടക്കി എന്ന് പറയാം അല്ലേ? ഇത് അല്ലാഹു മനുഷ്യന് കൊടുത്ത അപാരമായ ഇന്റലക്ട്, മനുഷ്യന് നൽകിയ ബുദ്ധിയുടെ പ്രതിഫലനം. സുബ്ഹാനല്ലാഹ്. നമ്മളൊരു കൈയനക്കാൻ ഒരു കാരണം വേണ്ടി വരും. നമ്മളൊന്ന് ഇരിക്കുന്ന ഇരുത്ത ഇപ്പോൾ ഒന്ന് ബെൻഡായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഊരക്കൊരു വേദന ഉണ്ടായത് കൊണ്ടാക്കാറ് ആ ഇരിക്കുന്നത്. നമ്മളൊന്ന് ചാരിയിരിക്കുന്നുണ്ടെങ്കിൽ ചാരാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ ഒരു കൈ പൊക്കുന്നത് എന്തെങ്കിലും ഒരു കാരണത്തിനാണ്. നമ്മൾ എഴുന്നേറ്റ് രണ്ടടി നടക്കുന്നത് ഒരു കാരണത്തിനാണ്, വെറുതെ നടക്കുന്നില്ലല്ലോ. മനുഷ്യൻ ചെയ്യുന്ന വൈഫായ മനുഷ്യന്റെ ആ അനക്കത്തിനും അടക്കത്തിനും അസ്ബാബുകളുണ്ടെങ്കിൽ, കാരണങ്ങളുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ അസ്ബാബുകൾക്ക്, അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തിന് എങ്ങനെ കാരണങ്ങളില്ലാതിരിക്കാം? നമ്മൾ വെറുതെ അങ്ങോട്ട് പഠിച്ചു എന്ന് എങ്ങനെ പറയാം? ഈ പ്രപഞ്ചത്തെ അന്ന് വെറുതെ അങ്ങ് പഠിച്ചു. അള്ളാഹു നിങ്ങളെ വെറുതെ പടച്ചു എന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ നമ്മിലേക്ക് തിരിച്ചു വരികയില്ലെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹു ആഖിറം എന്ന വിഷയമാണ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. 6000-ൽ വരുന്ന ആയത്തുകളിൽ 1000 ആയത്തുകൾ ചർച്ച ചെയ്ത വിഷയം ആഖിറമാണ്. ഖുർആൻ തശ്രീഅാണ്, ശരീഅത്ത് പറഞ്ഞു തരാനുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. പക്ഷെ ഖുർആനിൽ 6000-ൽ ഖുർആനിന്റെ 1/6 അള്ളാഹു ചർച്ച ചെയ്ത വിഷയം എന്താണ്? ആഖിറമാണ്. ആഖിറത്തെ പറ്റി പറയാൻ 1000-ഓളം ആയത്തുകൾ അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചു. അതിൽ 100 ആയത്തുകൾ നരകത്തിന്റെ ശിക്ഷയെപ്പറ്റി മാത്രം പറയാൻ അള്ളാഹു ഉപയോഗിച്ചു. 100 ആയത്തുകളിൽ അള്ളാഹു ചർച്ച ചെയ്ത നരകത്തിന്റെ ശിക്ഷയാണ്. അതുകൂടാതെ 1000 ആയത്തുകൾ ആഖിറത്തെ സംബന്ധിച്ച് മാത്രമാണ്. എന്ത്? അതാണ് യാഥാർത്ഥ്യം, അത് യഥാർത്ഥ ലോകമാണ്.
അത് മനുഷ്യന് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത റിയാലിറ്റിയാണ്. മനുഷ്യന്റെ യഥാർത്ഥ ലോകം അതാണ്. പക്ഷെ ആരത് ചിന്തിക്കുന്നവരുണ്ട്? മനുഷ്യൻ ദുന്യാവിലെ മനുഷ്യന്റെ ജീവിതം കണ്ടാൽ ഇവിടെ എന്നെന്നും മനുഷ്യൻ ജീവിക്കാൻ പോകുന്നത് പോലെ അല്ലേ? അമ്പിയാക്കന്മാരോടൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ ആ വിഷയം പറഞ്ഞു അല്ലേ? അമ്പിയാക്കന്മാർ പറഞ്ഞു, ഇനി കാലശേഷം വരാൻ പോകുന്ന ആളുകൾ അവര് 60-70 കൊല്ലയ്ക്ക് ജീവിക്കുള്ളൂ. അപ്പോൾ അമ്പിയാക്കന്മാരുടെ സമൂഹം ചോദിച്ചത് എന്താ? എന്നാ പിന്നെ അവർക്ക് വീടിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലേ, വല്ല മരത്തിന്റെ ചുവട്ടിലിരുന്ന് കാലം കഴിക്കലായിരിക്കുമല്ലേ എന്ന്. സുബ്ഹാനല്ലാഹ്, അവരെങ്ങാണ് നമ്മളുണ്ടാക്കുന്ന വീടിന്റെ കോലം കണ്ടാൽ. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹമൊക്കെ കാനൂ യൻഹിതൂന മിനൽ ജിബാലി ബുയൂത. മദായിൻ സ്വാലിഹ് എന്ന സൗദി അറേബ്യയിലെ സ്ഥലമാണ് മദായിൻ സ്വാലിഹ്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ജീവിച്ച വീടുകൾ ഇന്നും അവിടെയുണ്ട്. മദായിൻ സ്വാലിഹിൽ തബൂക്കിൽ നിന്ന് ഒരു 500 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ കിട്ടുന്ന മദായിൻ സ്വാലിഹ്, പർവ്വതം എൻക്രൈവ് ചെയ്തിട്ട് പർവ്വതം കാർവ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പർവ്വതം തുരന്ന് വീടുണ്ടാക്കിയ വീടുകൾ. സുബ്ഹാനല്ലാഹ്, അന്തേ അവരെ 1000 കൊല്ലൊക്കെ ജീവിച്ച മനുഷ്യന്മാരാണ്. അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു കുറ്റിറപ്പുള്ള വീടൊക്കെ വേണം. 60-70 കൊല്ലം അതൊക്കെ വല്ല മരത്തിന്റെ ചുവട്ടിലൊക്കെ ഇരുന്നിട്ട് കാലം കഴിക്കലായിരിക്കും അല്ലേ എന്നവർ ചോദിച്ചു പോലും. സുബ്ഹാനല്ലാഹ്, ആഖിറം എന്ന വലിയൊരു റിയാലിറ്റി അത് ചർച്ച ചെയ്യുകയാണ് ഖുർആൻ. അതിനുവേണ്ടിയാണ് അല്ലാഹു തആല പരലോകം, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം എന്ന് പഠിപ്പിച്ചു തരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ഒട്ടുമിക്ക സൂറത്തുകളുടെയും ഒന്ന് പരിധി നോക്കിയാൽ ഈ വിഷയം മനസ്സിലാവും. സൂറത്തുൽ ബഖറ, എന്തിനാണ് അല്ലാഹു സൂറത്തുൽ ബഖറക്ക് ബഖറ എന്ന് പേരിട്ടത്? അതിന്റെ പേരിലാണ്. എന്തിനാണ് ബഖറ? ബഖറ എന്ന് പറഞ്ഞാൽ ഖൗ എന്ന് പറഞ്ഞ പശു എന്ന് പറഞ്ഞ ആ മൃഗം സൗദി അറേബ്യയിൽ മക്കയിലോ മദീനയിലോ കാണപ്പെടുന്നതിൽ വിരളമായി കാണപ്പെടുന്ന ഒരു ജീവിയാണ്. വിരളമായി മാത്രം അവർ വളർത്തുന്ന ഒരു ജീവിയാണ് പശു എന്നത് അല്ലേ? ഖുർആൻ സൂറത്തുൽ ബഖറക്ക് പേരിട്ടത് സൂറത്തുൽ ബഖറ. 286 ആയത്തുകൾ. അതിൽ സൗമ്, സകാത്ത്, ഹജ്ജ്, ദുയൂന്, മറ്റു മുആമലാത്തുകൾ, ഷഹാദാത്ത്, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത സൂറത്തുൽ ബഖറ. അഹ്കാമിന്റെ മുഅ്ലമും ചർച്ച ചെയ്തത് സൂറത്തുൽ ബഖറയിലാണ്. മദീനയിൽ അവതരിച്ച സൂറയാണ്. ഈ സൂറക്ക് അല്ലാഹു പേര് വെക്കാൻ കണ്ട വാക്ക് അൽ ബഖറ. ആലോചിച്ചിട്ട് എന്തിനാ അല്ലാഹു അങ്ങനെ പേര് വെച്ചത്? മലയാളത്തിലൊക്കെ പരിഭാഷ കാണുമ്പോൾ എന്താ പശു അധ്യായം. നമ്മള് ഖുർആന്റെ ആ പശു എന്ന് പറഞ്ഞാലൊന്നും ഈ ബഖറന്റെ ഗാംഭീര്യമോ അർത്ഥമോ കിട്ടൂല. എന്തിനാണ് അല്ലാഹു അൽ ബഖറ എന്ന് വെച്ചത്? എന്തെല്ലാം ചരിത്രങ്ങൾ സൂറത്തുൽ ബഖറയിൽ കഴിഞ്ഞുപോയി. ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച് എന്തെല്ലാം ഭാഗങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ഒരു ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയപ്പെടാമായിരുന്നു. അതൊന്നുമല്ല അല്ലാഹു തആല വെച്ചത് അൽ ബഖറ. എന്തേ? അതും കേട്ടാൽ പരലോകം ഓർമ്മ വരണം. ബഖറ എന്ന് പറഞ്ഞ സംഭവം കിടക്കുന്നത് ഇസ്രായേൽ സമൂഹത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തെ ഒരു വധത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. അത് സൂറത്തുൽ ബഖറയിൽ ഏതാനും എണ്ണിയാലൊടുങ്ങുന്ന ആയത്തുകളിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഒരാൾ മരിച്ചു, ഒരാൾ കൊല ചെയ്യപ്പെട്ടു. ആ കൊല ചെയ്യപ്പെട്ട ഡെഡ് ബോഡി കൊല ചെയ്ത ആൾ തൊട്ടടുത്ത നാട്ടിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ നാട്ടുകാരാണ് ഇയാളെ കൊന്നത് എന്ന്. അവര് പറഞ്ഞു, പടച്ചവനെ, ഞങ്ങളത് അറിയില്ലല്ലോ, ഞങ്ങളല്ലല്ലോ വധിച്ച്, ഞങ്ങൾ ഇയാളെ വധിച്ചിട്ടില്ല. നിങ്ങൾ തന്നെയാ വധിച്ചത്, ഡെഡ് ബോഡി നിങ്ങളുടെ നാട്ടിലല്ലേ കണ്ടത്. ഫിത്നയായില്ലേ? നാട്ടുകാർ തമ്മിൽ പ്രശ്നമായി. അവർ തമ്മിൽ ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തി. അവരോടി ഹാനായ മൂസാ നബി അലൈഹിസ്സലാമിലേക്ക്. വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസുലി. സൃഷ്ടികൾക്ക് ഓടിച്ചെല്ലാനുള്ളത് അമ്പിയാക്കന്മാരിലേക്കല്ലേ? മൂസാ നബിയെ, അങ്ങ് പരിഹാരം കാണിച്ചു തരണം. ഞങ്ങൾ തമ്മിൽ യുദ്ധത്തിന്റെ വക്കോളം എത്തി നിൽക്കാൻ, ഈ പ്രശ്നത്തിന് പരിഹാരം വേണം. ഇദ്ബഹു ബഖറ, നിങ്ങളൊരു പശുവിനെ അറുക്കണം. അപ്പൊ പിന്നെ ഒരു പല ചോദ്യം ചോദിച്ചു. എങ്ങനത്തെ പശു മൂസാ നബിയെ? മറുപടി, ഏത് നിറമാണ് മൂസാ നബി? ഏത് കോലത്തിലുള്ള പശുവാ മൂസാ നബി? ഇന്നൽ ബഖറ തശാബ. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടല്ലോ മൂസാ നബിയെ, ഒന്നുകൂടി പറഞ്ഞേര്. എന്നാ പിന്നെ ഇങ്ങനെ അങ്ങനെ അവരെ കുടുങ്ങി. ആ പശുവിനെ കിട്ടാൻ ബുദ്ധിമുട്ടായി. അതൊക്കെ എന്തിനാണെന്ന് അതിന്റെ ആ വിഷയം തഫ്സീറുകൾ പഠിക്കുമ്പോൾ വളരെ രസകരമായ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ അല്ലാഹു നൽകിയ ഒരു സാഹചര്യമായിരുന്നു അത്. പശുവിനെ അറുക്കണം. അറുത്തിട്ട് ആ പശുവിന്റെ മാംസം എടുത്ത് ഈ ഡെഡ് ബോഡിയിൽ നിന്ന് തട്ടിക്കൊടുത്താൽ ഇയാൾ എഴുന്നേറ്റിട്ട് വിഷയം പറയും, ആരാണ് ഇയാളെ വധിച്ചത്. ഇത്രയാണ് പ്രശ്നം. അതിനൊരു പശുവിനെ പോലും അറക്കാതെ അള്ളാഹ്ക്ക് എഴുന്നേൽപ്പിച്ചു കൊടുക്കാമായിരുന്നു.
പിന്നെ എന്തിനെ പശുവിനെ അറുക്കാൻ പറഞ്ഞത്? അതൊക്കെ ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങളൊക്കെ വരുമ്പോൾ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഈ പശുവിനെ കിട്ടി ഒരു യതീമായ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. കുട്ടി പറഞ്ഞു, ഞാൻ തരില്ല, ഇതെന്റെ വാപ്പ എനിക്ക് വേണ്ടി തന്ന ഒരേ ഒരു ജീവിക്കാനുള്ള ഒരു മാർഗമാണ്. ഈ പശുവിനെ തന്നാൽ ഞാൻ കുഴങ്ങിപ്പോകും. എന്ത് വേണമെങ്കിലും മോനെ തരാം, എന്ത് വേണം. ഈ പശുവിന്റെ തൊലി നിറയെ സ്വർണ്ണ നാണയം നിങ്ങൾ തരുമോ? എന്നാ ഞാൻ തരാം. ഞങ്ങൾ തരാം. സ്വർണ്ണ നാണയം നിറയെ കൊടുത്തു. ആ പശുവിനെ വാങ്ങിച്ചു. സുബ്ഹാനല്ലാഹ്, അത് കൊണ്ടുപോയി അറുത്തു. കുട്ടി നോക്കിയപ്പോ ഇയാൾ എഴുന്നേറ്റിരുന്നു. ആ എഴുന്നേറ്റുന്ന മനുഷ്യൻ പറഞ്ഞു, ഖതലനി ഇബ്നു അഖി, എന്റെ സഹോദരന്റെ പുത്രനാണ് എന്നെ കൊന്നത് എന്ന് ഇയാൾ പറഞ്ഞു. ഫസഇഖ, അവിടെ തന്നെ അയാൾ കടന്നു മരിച്ചു. സുമ്മ ദഫനു, പിന്നെ ഇയാൾ എടുത്തിട്ട് അവർ മറവ് ചെയ്തു. ഇതാണ് സൂറത്തുൽ ബഖറയിലെ സംഭവം. കുറച്ചു നേരം, ഏതാനും മിനിറ്റുകൾ മാത്രം ഇയാൾ എഴുന്നേറ്റ് സംസാരിച്ചു. എപ്പോ? മരിച്ച് ദിവസങ്ങൾ, മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുള്ള ഒരു ഡെഡ് ബോഡി, മരണം സ്ഥിരീകരിക്കപ്പെട്ടതിന്റെ ശേഷം മരിച്ചു കിടക്കുന്ന ഒരാൾ അല്ലാഹു തആല ഒരു ദൃഷ്ടാന്തമായി ഇയാളെ കൺമുമ്പിൽ അവർക്ക് ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്ത സംഭവം. ഇതാണ് സൂറത്തുൽ ബഖറയിലെ പരാമർശം. എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്ത സൂറയാണ്. പക്ഷേ അവിടുത്തെ വിഷയം മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ജീവിപ്പിക്കും എന്ന വിഷയത്തിൽ സംശയം വേണ്ട കേട്ടോ. ബഖറ എന്ന് പറയുമ്പോൾ ഈ സംഭവം ഓർക്കുന്നു നമ്മൾ. ഈ സംഭവത്തിലെ വിഷയം എന്താണ്? മരിച്ച ഡെഡ് ബോഡി എഴുന്നേറ്റ് നിന്ന സംഭവമാണ്. സൂറത്തുൽ കഹ്ഫ്, അൽ കഹ്ഫ് സൂറയിൽ എന്തെല്ലാം ചർച്ചയുണ്ട്. രസകരമായി യാത്ര ചെയ്തില്ലേ മഹാനായ ഖിദ്ർ അലൈഹിസ്സലാമിന്റെ കൂടെ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ലോകം അധികമൊന്നും പരിചയപ്പെട്ടിട്ടില്ലാത്ത മഹാനായ ചക്രവർത്തി, മഹാനായ ദുൽഖർനൈനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞത് സൈറസ് ചക്രവർത്തിയുടെ, മഹാനായ ദുൽഖർനൈനി എന്നവർ സൈറസ് ചക്രവർത്തി എന്നാണ് അവർ അറിയപ്പെടുക. സൈറസ് രണ്ടാമൻ, സൈറസ് ചക്രവർത്തി, അലക്സാണ്ടർ എന്ന് പറയപ്പെടാറുണ്ട്. പക്ഷേ ചരിത്രത്തിന്റെ ശരിയായ പിൻബലത്തിൽ അദ്ദേഹം സൈറസ് ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ സംഭവം, മഹാനവരുടെ സംഭവം ഈ സൂറയിലുണ്ട്. അല്ലേ? രണ്ട് സമ്പന്നന്മാരായ രണ്ടാളുകളുടെ ചരിത്രം അല്ലാഹു തആല പഠിപ്പിച്ചു. എത്രയോ സംഭവങ്ങളിലേക്കുള്ള സൂചനകളൊക്കെ നൽകിയ സൂറയിൽ അല്ലാഹു ചാപ്റ്ററിന് പേര് വെച്ചത് അൽ കഹ്ഫ്, ഗുഹ എന്നാണ്. കൈഫ്, സൂറത്തുൽ കഹ്ഫ്. വെള്ളിയാഴ്ച നമുക്ക് ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ കഹ്ഫ്. അത് ആദ്യത്തെ 10 ആയത്തുകൾ ഓതിയാൽ മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ കിട്ടുമെന്ന് റഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സൂറത്തുൽ കഹ്ഫ്. എന്താണ് കഹ്ഫിന്റെ വിശേഷണം? 7 യുവാക്കൾ കിടന്നുറങ്ങിയ സംഭവം. അല്ലെ? എത്ര വർഷം? 300 സിനീന വസ്ദാദു 9. 300 വർഷം. വസ്ദാദു 9. പിന്നെ അതിൽ 9 അവർ ഏറെ എടുത്തു. അങ്ങനെ 309 വർഷം ഒരു ഗുഹയിൽ, പർവ്വതത്തിന്റെ ഒരു ഗുഹയിൽ കിടന്നുറങ്ങിയ ഒരു സംഭവത്തിലേക്കാണ് സൂചന നൽകിയിട്ടുള്ളത്. കൊഖേഷ്യയിലെ വിലാദി കുഖാസിക്കും ടിഫ്ലിസിനും ഇടയിൽ കിടക്കുന്ന ദാരിയാൽ ചുരത്തിലെ ആ ഗുഹ ചരിത്ര പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഗുഹയിൽ 309 വർഷം താമസിച്ച യുവാക്കളുടെ ചരിത്രമാണ് ഈ ഗുഹയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. 309 വർഷം. അവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, 300 വസ്ദാദു 9, അവര് പിന്നെ ഒരു 9 ഏറെ എടുത്തു. 309 എന്ന് അറബിയിൽ പറയണമെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. 309, 309 എന്ന് പറയാം. അത് പറയാതെ ഖുർആൻ എടുത്തത് എങ്ങനെയാ? 300 സിനീന, 300 വർഷം. വസ്ദാദു 9, and they increased 9 more. പിന്നെ 9 വർഷം കൂടെ അവർ കൂട്ടിയെടുത്തു. 309 വർഷം. ചന്ദ്രവർഷത്തിലും സൗരവർഷത്തിലും, നമ്മുടെ സൂര്യന്റെ സൗരവർഷം കണക്കാക്കിയാലും ലൂണാർ ഇയർ ചന്ദ്രവർഷം കണക്കാക്കിയാലുമുള്ള 2 കണക്കുകളാണ് പറഞ്ഞത്. സൂര്യവർഷപ്രകാരം 300 കൊല്ലം, സൂര്യവർഷം കൂട്ടിയാൽ ചന്ദ്രവർഷം 309 ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. ഓരോ 100 വർഷത്തിലും 3 വർഷം വീതം ചന്ദ്രവർഷം വർദ്ധിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വളരെ വളരെ മൈന്യൂട്ടായ ഒരു കണക്ക് പോലും പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ സൂറത്തുൽ കഹ്ഫ്. 7 യുവാക്കൾ 309 കൊല്ലം കടത്തിറക്കിയിട്ട് അല്ലാഹു എഴുന്നേൽപ്പിച്ചു. അതാണ് അവിടെ പഠിക്കേണ്ട വിഷയം. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം, ഇത് അല്ലാഹുവിന്റെ പ്രശ്നമല്ല, ഇത് അല്ലാഹുവിന്റെ പ്രശ്നമല്ല. സുബ്ഹാനല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ഫാത്തിഹ കഴിഞ്ഞ അടുത്ത സൂറയിൽ അത്വലു സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും ദീർഘമായ സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിച്ചതും അതന്നെ. മരണത്തിന് ശേഷം ഒരു മനുഷ്യനെ ജീവിപ്പിക്കുക എന്നത് അല്ലാഹുവിന്റെ പ്രശ്നമേ അല്ല. അതുകൊണ്ട് ആഖിറം എന്ന വിഷയം നഷ്ടപ്പെട്ടു പോയാൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും, ഈ രണ്ട് ഈമാനിന്റെ രണ്ടറ്റങ്ങളാണ്. ഈ രണ്ടറ്റങ്ങൾക്കിടയിൽ വരുന്ന റുക്നുകളാണ് ഈമാനും ബിൽ മലായിക വൽ അംബിയ വർ റുസുൽ വൽ കുതുബ് വൽ ഖദരി ഖൈരിഹി വ ശർരിഹി വൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ. യൗമുൽ ആഖിറും അല്ലാഹുവും ഈ രണ്ട് വിഷയങ്ങൾ ഉൾക്കൊണ്ടാൽ അതിനിടയിലുള്ള വിഷയങ്ങൾ വളരെ എളുപ്പമാണ്. അല്ലാഹുവിലും അന്ത്യനാൾ, അങ്ങനെയാണ് ഹദീസിലൊക്കെ വരിക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഒരു മനുഷ്യന് നീതി ചെയ്യണമെങ്കിൽ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരെ നീതി ചെയ്യാൻ കഴിയും. ഒരു മനുഷ്യന് തെറ്റ് ചെയ്യാതെ ജീവിക്കണമെങ്കിൽ അല്ലാഹുവിലും അന്ത്യനാളിലും ഈമാനുള്ളവൻ, അച്ഛനെ ഇതിന് ഞാൻ വിചാരണക്ക് വിധേയനാണ്, ഇത് അല്ലാഹു എന്നോട് ചോദിക്കും, ഞാൻ എന്താ അല്ലാഹുവിനോട് മറുപടി പറയാ? ഇത് ചിന്തിക്കുന്ന ഒരാൾക്ക് തിന്മകളിൽ നിന്ന്, മആസികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ ബർസഖിലേക്ക് കടക്കുമ്പോഴേക്കും മനുഷ്യന് ഇത് ബോധ്യപ്പെടും. ദുനിയാവിൽ എത്ര തർക്കിച്ച് നടന്നാലും പിന്നെ മരണം കാണുമ്പോഴേക്കും മനുഷ്യന് ഓർമ്മ വരും, ഞാനിതാ കാര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ഖിയാമത്ത് നാൾ വരെ ഒരു ഡിബേറ്റ് നടക്കുന്ന വിഷയം മരണത്തിന് ശേഷം ജീവിതമുണ്ടോ എന്ന വിഷയമായിരിക്കും. സൂറത്തു യാസീൻ. തഅഖുദുഹും വഹും യഖിസ്സും ഇൻ ഹിയ ഇല്ലാ സ്വൈഹത്തുൻ വാഹിദ തഅഖുദുഹും വഹും യഖിസ്സുമൂൻ. പരലോകം വന്നെത്തുമോ എന്നവരങ്ങയോട് ചോദിക്കുന്നുണ്ട് നബിയെ, പറഞ്ഞു കൊടുക്കുക, അതൊരു അട്ടഹാസം, ഘോരമായ ശബ്ദത്തോടുകൂടെ സംഭവിക്കും. തഅഖുദുഹും, അതവരെ പിടികൂടുമ്പോൾ, വഹും യഖിസ്സുമൂൻ, അവർ അങ്ങാടിയിൽ ഡിബേറ്റ് സംവാദം നടക്കുകയാണ്. എന്താ സംവാദം? പരലോകമുണ്ടോ ഇല്ലയോ, മരണത്തിന് ശേഷം ജീവിതമുണ്ടോ ഇല്ലയോ എന്ന് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവർക്ക് പരലോകം വന്നെത്തുക എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിൽ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഖൽബിൽ അല്ലാഹു പറഞ്ഞെന്ന വിഷയം. മരണത്തിന് ശേഷമുള്ള ജീവിതം എന്നത് ഈമാനിന്റെയും ഹക്കിന്റെയും ഇടയിലെ ഏറ്റവും വലിയ പ്രകടമായ ഒരു കണ്ണിയാണ്. ആ കണ്ണിയെ ചൊല്ലിയാണ് ലോകത്ത് മതങ്ങൾ വിഘടിച്ചു പോയിട്ടുള്ളത്. മരണത്തിന് ശേഷമുള്ള ജീവിതം ഇല്ലെങ്കിൽ ഈ ലോകത്തെ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥമെന്ത്? ആർക്കിവിടെ നീതി കിട്ടുന്നു? 1000 ആളെ കൊന്ന ആൾ, 4 സെക്കൻഡുകളെ കൊണ്ട് 10 ലക്ഷത്തിലേറെ ആളുകൾ വധിക്കപ്പെട്ട ലോകമഹായുദ്ധങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ഈ പാപഭാരങ്ങൾ, എങ്ങനെ ഇവർക്ക് നീതി ലഭിക്കും? നിരപരാധികൾ വധിക്കപ്പെട്ടതിന് എങ്ങനെ നീതി ലഭിക്കും? കൊന്ന ആളെ ഒരു വട്ടം കൊല്ലുവാൻ മാത്രമേ ലോകത്തെ കോടതികൾക്ക് കഴിയൂ. അത് ഒരു മനുഷ്യന്റെ ജീവനെ തുല്യമായിട്ടുള്ളൂ. ബാക്കി വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നീതി വേണം. അല്ലാഹുവിന്റെ കോടതിയിൽ ഓരോന്നിനും ഹത്തൽ ഖർനാഉ മിനൽ അജ്മാ, ഹത്തൽ ഒരു ഖർനായിൽ നിന്ന് ഹത്താ യുഖ്തസലിൽ അജ്മാഇ മിനൽ ഖർനാ, കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ ദുനിയാവിൽ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്ത് മറ്റേതിന്റെ കൊമ്പെടുത്ത് ഖിസാസ് ചെയ്തതിന് ശേഷം അവർക്ക് അങ്ങോട്ടിങ്ങോട്ടും പ്രതികാരം എടുത്തതിന്റെ ശേഷം അവരോട് പറയും കൂനു തുറാബ, നിങ്ങൾക്ക് മണ്ണായിക്കൊള്ളൂ. ഇത് ജീവജാലങ്ങളിൽ പോലും അല്ലാഹു നീതി പാലിക്കുന്നുണ്ട് എന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കി തരുന്ന ഹദീസാണ്. നീതി ആഖിറം കൊണ്ടേ നടക്കുള്ളൂ, ദുനിയാവിൽ അത് കിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതിനെ സംബന്ധിച്ച് ചർച്ചകൾ വരും, അതിനെ സംബന്ധിച്ച് സംവാദങ്ങൾ വരും, തർക്കങ്ങൾ ഉണ്ടാകും. പക്ഷേ മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് സംശയിക്കുന്ന ലോകമല്ല, യഖീനിന്റെ ലോകമാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് തന്നെ ആലമുൽ ബർസഖും ആലമുൽ ആഖിറയും പഠിപ്പിച്ചുകൊണ്ടാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണെന്നതിൽ സംശയമേ വേണ്ട. ഇത് തഖ്വയുള്ളവർക്ക് സന്മാർഗദർശനമാണ്. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഒന്നാമത്തെ വിശേഷണം
അൺസീൻ, കണ്ണുകൊണ്ട് കാണപ്പെടാത്തതിൽ വിശ്വസിക്കുന്നവരാണവർ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മുത്തഖീങ്ങൾ ആരാണ്? നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്. ആദ്യം പറഞ്ഞത് ഈമാനാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. എങ്ങനത്തെ വിശ്വാസം? ഗൈബിലുള്ള വിശ്വാസം. അല്ലാഹു നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൈബിലാണ്, അല്ലേ? നരകവും സ്വർഗവും ഗൈബിലാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. മലക്ക് ആലമുൽ മലായിക ആലമുൽ ഗൈബാൻ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ലോകമാണ്. ബർസഖ് ആലമുൽ ഗൈബാൻ, ഖബറിന്റെ ലോകം അങ്ങനെയാണ്. ഹിസാബും സിറാത്തും ജന്നത്തും ജഹന്നമും ആലമുൽ ഗൈബാൻ. ആലമുൽ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അത് ഈമാൻ കാര്യം. പിന്നെ ഇസ്ലാം കാര്യം, നിസ്കാരം നിലനിർത്തുന്നവർ കൊണ്ടാണ്. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്. ഈമാൻ ഉണ്ടാവുകയും സൽക്കർമ്മം ഉണ്ടാവുകയും ചെയ്ത ആളുകൾക്കാണ് അല്ലാഹു സ്വർഗം നൽകുന്നത്. ഈമാനിൽ ആദ്യത്തെ വിശ്വാസം ഗൈബിലാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാണാത്ത ഒരു ലോകത്തിൽ ഒരു ബ്ലൈൻഡ് ഇമിറ്റേഷൻ, ഒരു ബ്ലൈൻഡ് ബിലീഫ്, അതല്ല. കാണാത്തൊക്കെ വിശ്വസിക്കുക, അങ്ങനെയല്ല. ഇത് അമ്പിയാക്കന്മാർ പഠിപ്പിച്ചു തന്നപ്പോൾ അതിൽ വിശ്വസിക്കുന്നവർ, ഇത് ദീന് പഠിപ്പിച്ചു തന്നപ്പോൾ അത് വിശ്വസിച്ചവർ, അത് ഖുർആൻ ചർച്ച ചെയ്തപ്പോൾ അത് വിശ്വസിച്ചവർ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഗൈബിൽ വിശ്വസിക്കുന്നവർ. വയുഖീമൂനസ് സ്വലാഹ്. നിസ്കാരം നിലനിർത്തുന്നവർ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെ പറയാറുണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ പ്രായപൂർത്തിയോടടുക്കുന്ന കാലം ഞങ്ങൾ ജീവിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് തങ്ങൾ ഞങ്ങൾക്ക് ഈമാൻ പറഞ്ഞു തരുമായിരുന്നു. ആഖിറത്തിലുള്ള വിശ്വാസം, അല്ലാഹുവിലുള്ള വിശ്വാസം, മലക്കുകളുടെ വിശ്വാസം, ഈമാൻ എന്താണെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പാകമായിട്ടില്ലാത്ത കാലത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി പഠിപ്പിച്ചു തന്നത് ഈമാനിന്റെ വിഷയമാണ്. പിന്നെ ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ഈമാൻ വർദ്ധിച്ചു. ആദ്യം ഈമാനാ പഠിപ്പിച്ചത്, പിന്നെയാണ് ഞങ്ങൾ ഖുർആൻ പഠിച്ചത്. അങ്ങനെ ഞങ്ങൾ ഖുർആൻ കേട്ടപ്പോൾ ഞങ്ങളുടെ ഈമാൻ വർദ്ധിച്ചുവെന്ന സുഹാബികൾ, ഒരു കൂട്ടം സുഹാബികൾ അവരുടെ യൗവനകാലം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ഹദീസിൽ കാണാൻ കഴിയും. ഈമാൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. നമ്മുടെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതാണ്. ധാരാണ് മോനെ ധാര് സൃഷ്ടിച്ചു മോനെ, ആരാണിത്? അമ്പിളിമാമനെ കാണിച്ചു കൊടുക്കുമ്പോ കണ്ടില്ലേ മനോഹരമാമി, അത് അല്ലാഹു പടച്ചതാണ് മോനെ, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് മോളെ എന്ന് മക്കൾക്ക് പോലും കുഞ്ഞു കുരുന്നുകളുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകേണ്ടത് ഗൈബിലെ വിശ്വാസമാണ്, ഈമാനാണ്. അത് രൂഢമൂലമായാൽ ഇൻഷാ അല്ലാഹ് പിന്നെ അല്ലാഹു പാപങ്ങളുടെ പേരിൽ ഒരാൾ നരകത്തിൽ പോയാൽ പോലും ഏതെങ്കിലും ഒരു സമയത്ത് സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തി ഖർദലിൻ മിൻ ഈമാൻ. ഒരു കടുകുമണിനത്ര ഈമാൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്നാണ്. അല്ലാഹു നമ്മെ ഒരു നിമിഷം പോലും നരകം തൊടാതെ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഖാല റബ്ബിർജിഊൻ. എന്നെ മടക്കി തരണമേ പടച്ചവനെ എന്ന് മനുഷ്യൻ പറയും. ഇനി അല്ലാഹു നമുക്ക് സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയൊരു വിഷയം നമ്മെ പഠിപ്പിച്ചു. എന്താണ് മനുഷ്യൻ ആദ്യമായി കൊതിക്കുന്ന വിഷയം? എന്താണ്? ദുനിയാവിലേക്ക് തിരിച്ചു പോരണമെന്ന് പറയുമ്പോൾ പടച്ചവനെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. وَأَنفِقُوا مِمَّا رَزَقْنَاكُم مِّن قَبْلِ أَن يَأْتِيَ أَحَدَكُمُ الْمَوْتُ فَيَقُولَ رَبِّ لَوْلَا أَخَّرْتَنِي إِلَى أَجَلٍ قَرِيبٍ. എന്നെ ഒരു അല്പനേരത്തേക്ക് പിന്തിച്ചു തരുമോ പടച്ചവനെ എന്ന് മനുഷ്യൻ പറയും. എന്നിട്ട് അവൻ ചെയ്യാൻ കൊതിക്കുന്ന ഒരു വിഷയം അല്ലാഹു പറഞ്ഞു. فَأَصَّدَّقَ وَأَكُن مِّنَ الصَّالِحِينَ. അല്ലാഹുവേ ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാം, ഞാൻ സ്വതക്ക ചെയ്യാം. വഅകും മിനസ് സ്വാലിഹീൻ. സ്വതക്കയാൽ ഞാൻ സ്വലാഹിന്റെ ആളുകളിൽ പെടുകയുമാകാം. അല്ലാഹുവേ സ്വതക്ക ചെയ്യാൻ എനിക്കൊരു അവസരം തരണമേ. എത്രയും പെട്ടെന്ന് മനുഷ്യന് കഴിയുന്ന ഒരു അമൽ അങ്ങനെയാണ്. മരിക്കുമ്പോൾ റൂഹ് തൊണ്ടക്കുഴയിൽ എത്തിയത് കാണുമ്പോൾ സംസാരിക്കാൻ കഴിയാതെ വരുന്നൊരു രംഗം നമ്മൾ ആലോചിച്ച് നോക്കി മുമ്പിനിങ്ങളെ. അപ്പോ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് പറയണമെങ്കിൽ കുറച്ച് സമയം വേണം.
മോനെ അപ്പാന്റെ പൈസയിൽ ഒരു 10,000 പള്ളിക്ക് കൊടുക്കും മോനെ എന്ന് പറയാൻ വളരെ പെട്ടെന്ന് കഴിയും. ഏത് അമലിനേക്കാളും പെട്ടെന്ന് അസ്റഉ തൻഫീദ്, പെട്ടെന്ന് അങ്ങോട്ട് നടപ്പിലാക്കാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന വിഷയം സ്വതക്ക ചെയ്യ് എന്ന് വസിയത്ത് ചെയ്യലാണ്. പടച്ചവനെ ഞാൻ സ്വതക്ക ചെയ്തോട്ടെ, മുതലൊരുപാട് ബാക്കിയുണ്ട് പടച്ചവനെ, ഞാൻ ഇപ്പോഴൊന്നും വരില്ല, കുറച്ച് കഴിഞ്ഞിട്ടല്ലേ മരിക്കുള്ളൂ, അപ്പോൾ ഒരു വസിയത്തൊക്കെ ചെയ്യാം, പള്ളി കമ്മിറ്റിക്കാരെ വിളിച്ചറിയിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പടച്ചവനെ നേരത്തെ എത്തിയല്ലോ, ഞാൻ സ്വതക്ക ചെയ്യട്ടെ ഒരൽപ്പം എനിക്ക്. ولن يؤخر الله نفسا إذا جاء أجلها. ഏതൊരു ശരീരത്തിന് ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകേണ്ട സമയം വന്നു കഴിഞ്ഞാൽ ആ ശരീരത്തിന് പിന്നെ ഭൂമിയിൽ നിൽക്കാൻ പറ്റില്ല, അല്ലാഹു നിർത്തുകയേ ഇല്ല. ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹുവിന് അറിവുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ചെറിയ വാക്കുകൊണ്ടൊരു വലിയ അമല് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് സ്വതക്ക. നമുക്കിപ്പോൾ വയ്യ, പക്ഷെ നമുക്ക് വസിയത്ത് ചെയ്യാലോ. എൻ്റെ കാലശേഷം അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിന് ഇത്ര എന്ന് പറഞ്ഞ് പള്ളിക്കോ മദ്രസക്കോ യതീംഖാനക്കോ അറബി കോളേജിനോ ദീനീ സ്ഥാപനങ്ങൾക്കോ ഒക്കെ വസിയത്ത് ചെയ്യാം. പക്ഷേ അതിന് പോലും മനുഷ്യന് അവിടെ സാധിക്കൂല. അപ്പോ ഇനി നമ്മൾ ആലോചിക്കണം, എന്താ നമ്മുടെ സമയത്തിൻ്റെ വിലയെന്ന്. മനുഷ്യന്റെ ടൈം എന്ന് പറഞ്ഞ സംഗതിയുടെ വില എത്രയാണെന്ന് നമ്മൾ ഇവിടെ നിന്ന് ആലോചിക്കണം. എപ്പോഴാണത് വന്നെത്തുന്നത്? ആ സമയം സുബ്ഹാനല്ലാഹ്. പിന്നീട് അത് പോസ്റ്റ്പോൺ ചെയ്യുക എന്ന് പറഞ്ഞ സംഗതി ഇല്ല. അത് പ്രീപോൺ ചെയ്യും. അവിടെ പ്രീപോണ്ടും ചെയ്യപ്പെടുന്നില്ല, പോസ്റ്റ്പോണ്ടും ചെയ്യപ്പെടുന്നില്ല. ഇവിടെ മുമ്പോട്ടും വരുന്നില്ല, പിന്നോട്ടും ആകുന്നില്ല. അള്ളാഹു കണക്കാക്കിയ ആ സമയത്ത് മനുഷ്യന്റെ അജലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. അപ്പോഴേക്കും മനുഷ്യന്റെ ബോധം വരികയാണ്, പടച്ചവനെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ജനങ്ങൾ മുഴുവനും ഉറങ്ങുകയാണ്, നമ്മളൊക്കെ ഉറങ്ങാണ്, നമ്മളൊക്കെ എഴുന്നേറ്റ് കണ്ണ് തുറന്നിരിക്കുകയാണൊക്കെ നമുക്കൊക്കെ അറിയാം, എന്നാലും നമ്മൾ ഉറങ്ങാണ്. നമ്മൾ ഉണരുന്നത് സാഅത്തുൽ മൗത്ത്, മരണത്തെ കാണുന്ന ആ സമയത്ത് നമുക്കൊരു ഉണർച്ച വരാനുണ്ട്. ആ ഉണർച്ച എപ്പോഴൊന്നും നമ്മൾ ഉണർന്നിട്ടില്ല. അത് ഉണരുന്നത് മരണത്തെ കാണുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗം അല്ലാഹു നമുക്ക് സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. നിശാനെ മർദ മുഅ്മിൻ, നിശാനെ മർദ മുഅ്മിൻ, നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം, ചൂം മർഗ് ആമദ് തബസ്സും ബർ ലബസ്ത്. നിശാനെ മർദ മുഅ്മിൻ, മുഅ്മിനായ ഒരു മനുഷ്യന്റെ അടയാളം എന്ത് എന്ന് എന്നോട് ചോദിക്കുന്ന സഹോദര, ഇത് ഉറുദു കവികളിൽ ഒരുപാട് ദീനിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി കവിത പാടിയ അല്ലാമ സർ മുഹമ്മദ് ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ അവസാനം പാടിയ ഒരു കവിതയാണ്. അത് അദ്ദേഹം പേർഷ്യൻ ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് കവിത. കുല്ലിയാത്ത് ഇഖ്ബാൽ എന്നൊരൊറ്റ ഗ്രന്ഥം കഴിച്ചാൽ ബാക്കി അദ്ദേഹത്തിന്റെ മുഴുവൻ കവിതകളും കുല്ലിയാത്തിൽ തന്നെ ഒരുപാട് പേർഷ്യൻ വാക്കുകളും പേർഷ്യൻ വരികളും കാണാം. അദ്ദേഹം പാടിയത് പേർഷ്യനിലാണ്, പേർഷ്യൻ ഭാഷയിലാണ്. അദ്ദേഹം എൻ്റെ അവസാനം മരിക്കാൻ കിടക്കുന്ന നേരത്തെ അദ്ദേഹത്തിന്റെ അവസാനത്തെ സംസാരങ്ങളിൽ പാടിയ അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ കവിതകളിൽ ഏറ്റവും അവസാനത്തേത് ഇതാണ്. നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം ബാതു, നിനക്ക് ഗോയം ഞാൻ പറഞ്ഞു തരട്ടെയോ? മുഅ്മിനായ ഒരു മനുഷ്യന്റെ അടയാളം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ആമദ്, മരണം വന്നെത്തുമ്പോൾ, മരണം അവനിലേക്ക് വരുമ്പോൾ, തബസ്സും ബർ ലബസ്, ചുണ്ടുകളിൽ പുഞ്ചിരിക്കാൻ അവസരമുണ്ടെങ്കിൽ അവനാണ് മുഅ്മിൻ. അതാണ് മുഅ്മിന്റെ അടയാളമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അങ്ങനെ നമ്മൾ എങ്ങനെ ഒരു മനുഷ്യനെ കണക്കൂട്ടിയാലും ഇതൊന്നും ആയിട്ടില്ല. മരിച്ചു കഴിഞ്ഞാലല്ലാതെ ഒരു മനുഷ്യനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റൂല. മരിക്കണവരെ ജീവിതകാലം മുഴുവനും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നടന്ന അവസാനത്തെ സെക്കൻഡിൽ അല്ലാഹുവിന്റെ ഖളാ അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യുകയും ആ മനുഷ്യൻ മുനാഫിഖായി മരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ. എത്രയോ വഴിപിഴച്ച് നടക്കുന്ന ആളുകൾ അവസാനം വെച്ചിട്ട്
മരിക്കുന്നതിൻ്റെ ഒരു കുറച്ചു കാലം മുമ്പ് ഇവർക്ക് തോന്നിയത് ഹജ്ജിന് പോകാം. ഹജ്ജിന് പോയി ആളിൽ ഭയങ്കര മാറ്റം വന്നു. അദ്ദേഹം നിസ്കാരക്കണ തുടങ്ങി. ഇവിടെ എല്ലാ തോന്നിവാസം ചെയ്ത് നടന്ന മനുഷ്യൻ നിസ്കാരക്കണ തുടങ്ങി 2 മാസം കൊണ്ട് ഇവർ മരിക്കുകയും ചെയ്തു. ഇരൽ ജന്ന കിട്ടിയില്ലേ? ഒരു മനുഷ്യന് നമ്മൾ മരിക്കാതെ മരണം വരെ ഒരു മനുഷ്യൻ എന്താണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റൂല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാം. ദുന്യാവിൽ എന്ത് കാട്ടിക്കൂട്ടിയിട്ടും അതൊന്നും ഒരു മനുഷ്യന്റെ തഖ്വയുടെ അടയാളമാണെന്നോ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈമാനിന്റെ തഫവുക്കാണെന്നോ ഒക്കെ നമുക്ക് അലാമത്തുകളാണ്. പക്ഷെ വിധി എഴുതണമെങ്കിൽ മരിക്കണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പുഞ്ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാണ്. ആ നേരത്ത് നിലവിളിക്കാതെ എന്നൊന്ന് പറഞ്ഞേച്ചു തരൂ എന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടാതെ അല്ലാഹുവേ ഇല റഫീഖിൽ അഅലാ, പടച്ചവനെ നിന്റെ റഫീഖുൽ അഅലയിലേക്ക് എന്ന് പറഞ്ഞ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റഫീഖുൽ അഅലയെ സ്വീകരിച്ച പോലെ പോകാനുള്ള ഭാഗ്യം നമുക്കൊക്കെ അല്ലാഹു നൽകുമാറാകട്ടെ. വലദത്തുക കവികൾ ഒരു കുഞ്ഞിന്റെ ജനനവും മരണവും തമ്മിലുള്ള ഒരു വ്യത്യാസം കൈകളെ സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആ കവിതയുടെ അവസാന ഭാഗം ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا. നീ ദുനിയാവിലേക്ക് ജനിച്ചു വീണപ്പോ കുഞ്ഞായ നീ കരയുകയായിരുന്നു. പക്ഷേ നിന്റെ ജനനം കണ്ട് കൂടെ നിൽക്കുന്ന ആളുകളൊക്കെയും ചിരിച്ച് സന്തോഷിക്കുകയായിരുന്നു. فاجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. നീ മരിക്കാൻ പോകുന്ന നേരത്ത് നിന്റെ ചുറ്റും കൂടിയിരുന്ന വാപ്പാ ഉമ്മ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു നേരം അവരൊക്കെ കരയുമ്പോൾ നിനക്കവിടെ ചിരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാൻ ദുനിയാവിൽ ഇപ്പോഴേ പരിശ്രമിച്ചു തുടങ്ങിക്കോ. എന്തൊരു അർത്ഥഗർഭമായ വാക്ക്. നമ്മൾ കരയായിരുന്നു ദുനിയാവിലേക്ക് വന്നപ്പോ. അപ്പൊ കൂടുള്ളവരൊക്കെ ചിരിക്കാണ്. കുഞ്ഞ് ജനിച്ചല്ലോ മാഷാ അല്ലാഹ്. മരിക്കുമ്പോ എല്ലാവരും കരയാണ്. അപ്പൊ നീ ചിരിക്കണം. അതിന് നീ അവസരം ഉണ്ടാക്കിക്കോ. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും പുറത്തു കൊടുത്ത് എല്ലാ ഹഖദും അസൂയയും വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി തുറന്ന സഫാ ഉള്ള കൽബോടുകൂടെ എല്ലാവർക്കും മാപ്പാക്കി കൊടുത്ത് ഒരാളോടും ഒരു ഖില്ലും ദഈനത്തും ഒന്നും മനസ്സിലില്ലാതെ മനസ്സിനെ ക്ലിയർ ആക്കി വെക്കുക. ഹജ്ജിന് പോകുമ്പോൾ മാപ്പാക്ക് ചോദിക്കുക. അതിന് കാത്തുക്കണ്ട. ഹജ്ജിന് പോകാൻ പറ്റുമോ നമുക്കറിയില്ല. പിണങ്ങിക്കഴിയുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. ഹജ്ജിന് പോകുമ്പോൾ തലേന്ന് വിളിച്ചാൽ എന്നാ പിന്നെ ഒക്കെ പൊരുത്തപ്പെട്ട കിട്ടോ. പൊരുത്തപ്പെട്ടു. അത് ചോദിച്ച് ചോദ്യമായിട്ടുണ്ടാവില്ല. ആള് പറഞ്ഞോ പൊരുത്തപ്പെട്ടിട്ടുണ്ടാവില്ല. അതൊരു അങ്ങനെയൊന്നും അല്ല. അള്ളാഹുവിന്റെ മനുഷ്യന്റെ ഹക്ക് മനുഷ്യനായിട്ടുണ്ട് തീർക്കാഞ്ഞാൽ അത് അള്ളാഹു അതിൽ ഇടപെടില്ല. അത് തീർക്കാതെ തന്നെ കിടക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ ഹക്കുകൾ ഹഖൂഖുൽ ഇബാദ് നമ്മളായിട്ട് വരുത്തി വെച്ച ആ വിഷയങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കണം. അത് ക്ലിയർ ചെയ്താൽ അള്ളാഹുവിന്റെ വിഷയങ്ങൾ ക്ലിയർ ആക്കി തരുള്ളൂ. അപ്പോ നേരത്തെ നമ്മൾ പറയാറുള്ള പോലെ മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ മയ്യത്ത് വെച്ചിട്ട് മകൻ പറയേണ്ട ഒരവസ്ഥ വരരുത്. പറയണം. വാപ്പാക്ക് പുറത്തു കൊടുക്കണം. വാപ്പ ജീവിതകാലത്ത് നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വാപ്പാക്ക് മാപ്പാക്കി കൊടുക്കണം. ഇത് വാപ്പ തന്നെ പറയണം. വാപ്പ ജീവിതകാലത്ത് മാപ്പ് ചോദിക്കണം. വാപ്പ മാപ്പ് ചോദിക്കാതെ ശുജായിയായി നടന്നാണ് മരിച്ചു കഴിഞ്ഞപ്പോ മകൻ പറഞ്ഞാൽ അതൊന്നും മനുഷ്യന്റെ ഖൽബിന്ന് പുറത്തു കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും സ്വലാഹിലേക്ക് ചേർക്കുമാറാകട്ടെ. ആ നേരത്തെ ചിരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ യാ വൈലത യാ ഖർബാ, എന്റെ വിഷമമേ, എന്റെ സങ്കടമേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, എന്തിനാണ് ഈ കരച്ചിൽ? എന്തിനാണ് നീ കരയുന്നത്? ഗദൻ നൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹ്ബ. നാളെ നാം ഈ മരിച്ച് ഞാൻ ഇന്നെങ്ങാനും മരിച്ചാൽ നാളെ ഞാൻ കാണാൻ പോകുന്നത് നൽഖൽ അഹിബ്ബ, നമ്മുടെ ഹബീബിങ്ങളെ കാണാൻ പോവല്ലേ, നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകളല്ലേ കാണാൻ പോകുന്നത്. മരിച്ചാൽ ആ ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. മുഹമ്മദൻ വസഹ്ബ, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവരുടെ സ്വഹാബികളെയും കാണാനുള്ള മജ്ലിസിലേക്കാണ് ഞാൻ പോകുന്നത്. നോക്കണം, മുഅ്മിനീങ്ങളുടെ ലോകം ഓരോരുത്തരുടെ ഓരോരോ ഖബറുകളിൽ കിടക്കല്ല. അത് മുഅ്മിനീങ്ങളുടെ മജ്ലിസാണ്. അതിലേക്കല്ലേ ഞാൻ ചേരാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ലോകത്തെ സന്തോഷത്തോടുകൂടെ പോകാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാണ്. സുബ്ഹാനല്ലാഹ്. മരിച്ചു കഴിഞ്ഞാൽ
അള്ളാഹു ആലമു ഷഹാദയിൽ ഗൈബായി കിടന്ന പല വിഷയങ്ങളും നമുക്ക് മുഷാഹദത്തിന് വേണ്ടി അള്ളാഹു കാണിച്ചു തരുന്ന ലോകമാണ്. അവിടെ മലക്കുകളെ കാണുന്നുണ്ട്, മലക്കുകളെ അനുഭവിക്കുന്നുണ്ട്, നരകം കാണുന്നുണ്ട്, സ്വർഗം കാണുന്നുണ്ട്, ഖബറിനെ വിശാലമാക്കി തരുന്നുണ്ട്. കണ്ണെത്താ ദൂരത്തോളം ഖബർ വിശാലമാകും. എവിടെ? നമ്മുടെ കണ്ണിൽ ആ ഖബറിന്റെ മീറ്ററും സെന്റിമീറ്ററും നമ്മുടെ കണക്കിൽ കൃത്യമാണ്. പക്ഷേ ഒരു ഖബറാളിയെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണെത്താത്ത ദൂരത്തേക്ക് വിശാലമാക്കപ്പെടുന്നുണ്ട്. തങ്ങൾ പറഞ്ഞു, ആ ഖബറിൽ കിടക്കാൻ പോലും ഞെരിഞ്ഞു കിടക്കുന്ന ഒരു ഇടുങ്ങിയ ഒരു കിടത്തം കിടക്കുന്ന ആ ഒരു മനുഷ്യൻ മലക്കുകൾ വന്നിട്ട് എഴുന്നേൽപ്പിച്ച് ഇരുത്തുമെന്നാണ്. ഇരിക്കാനൊക്കെ അവിടെ സ്ഥലമുണ്ട്, അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. അങ്ങനെ ഇരുത്തും. എന്നിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മുൻകർ നക്കീർ അലൈഹിം സ്വലാത്തു വസ്സലാം. ആ ഒരു ലോകം അനുഭവിക്കേണ്ട ഒരു ലോകമാണ്. ആ ഒരു ലോകം ഏതൊരു മനുഷ്യനും അനുഭവിക്കാൻ പോകുന്ന ഒരു ലോകമാണ്. അത് ബർസഖാൻ വമിൻ വറാഇഹിം ബർസഖ്. അല്ലാഹു വിളിച്ച വാക്ക് മനുഷ്യന്റെ കണ്ണിൽ നിന്ന് മറയിട്ടപ്പെട്ട ലോകമാണ്. നേരെ മറിച്ച് ആഖിറത്തിലേക്ക് വന്നാൽ ആഖിറം മനുഷ്യന് കാണാൻ കഴിയുന്ന ലോകമാണ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റാത്ത ഒരു ലോകമാണ് ഖബറാളിയുടെ ഒരു ലോകം. ആ ലോകം അവിടെ നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മുടെ അമലുകളാണ്. നമുക്കൊക്കെ അറിയാം നമ്മുടെ അമലുകളാണ്. കൂട്ടുകാരും അവിടെ ഉണ്ടാവില്ല, ആരും അങ്ങോട്ട് SMS അയക്കാൻ ഉണ്ടാവില്ല, ആരും നമ്മെ വിളിച്ചിട്ട് ഹലോ പറയാൻ ആരുണ്ട്. നമ്മുടെ അമലുകൾ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മളുമായി ബന്ധപ്പെടുന്ന കർമ്മങ്ങൾ, നമ്മുടെ അമലുകൾ അത് സ്വാലിഹായി തീരാൻ പരിശ്രമിക്കുക. ഇതൊന്നും നമ്മളെ കൊണ്ട് കഴിയാത്തതല്ല അള്ളാഹു പറയുന്നത്. നമ്മളെ കൊണ്ട് കഴിയാത്തതൊന്നും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. നമ്മളെ കൊണ്ടാവുന്നതേ അള്ളാഹു ചോദിച്ചിട്ടുള്ളൂ. ഇത് നമ്മളെ കൊണ്ടാവുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ഏതൊരു കർമ്മവും ഏതൊരു അമലിലേക്ക് നാം മുന്നിട്ട് നിൽക്കുന്നുണ്ടോ നമ്മുടെ നിയ്യത്തുകൾ നന്നാക്കുക. നമ്മൾ ജോലിക്ക് പോകുന്നവരാണ്, നമ്മുടെ ജോലിയിൽ ഖൈറും ബറക്കത്തുണ്ടാകാൻ ദ്വാരുന്നുകൊണ്ട് ഹലാലായ ഒരു പണിയാണ് പടച്ചവനെ നീ ഖൈറാക്കി തരണേ എന്ന് പറഞ്ഞ് ജോലിക്ക് വേണ്ടി ഇറങ്ങിയാൽ വൈകുന്നേരം വരെ ആ ജോലി നമുക്ക് സ്വാലിഹായ അമലാണ്. ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ജോലിയും എന്ത് കർമ്മങ്ങളും നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും വീട് ക്ലീനാക്കുന്നത് മുതൽ അത് പരിപാലിക്കുന്നത് മുതൽ റോഡിലേക്ക് വരുന്നത് മുതൽ സാധനം വാങ്ങിക്കാൻ ഇറങ്ങുന്നത് മുതൽ എല്ലാം നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ കഴിയും. ഒരൊറ്റ നിയ്യത്തെ ആവശ്യമുള്ളൂ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമുക്ക് മരണം വരുന്ന സമയം നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ ആയിത്തീരരുത്. നമ്മളൊരു ഹറാമിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ നമുക്ക് മരണം വരരുത്. നമ്മളൊരു ഹറാമ് ചെയ്തുകൊണ്ടിരിക്കെ നമുക്ക് മരണം വരരുത്. നാം മരണം വരുന്ന സമയം ഹറാമ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്തായിരിക്കരുത്. തിന്മകൾ ചെയ്യപ്പെടുന്ന ഒരു പ്രദേശത്ത് നമ്മൾ ആയിരിക്കരുത്. സിനിമാ തിയേറ്ററിൽ വെച്ച് മരിക്കുന്നത്, കള്ളുഷാപ്പിൽ വെച്ച് മരിക്കുന്നത്, വ്യഭിചരിച്ചുകൊണ്ടിരിക്കെ മരിക്കുന്നത്, യാ മആദല്ലാഹ്. എന്താണ് അതിന്റെ ഖുതൂറത്ത്? അതിന്റെ അപകടം എത്രയാണ്? മുഅ്മിനായ മനുഷ്യൻ കാക്കേണ്ടതാണ്. പടച്ചവനെ, ഈ ഒരു തെറ്റ് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഈ തെറ്റിന്റെ ഇടയിൽ എനിക്ക് അല്ലാഹു മരണം വിധിച്ചാൽ എന്റെ മയ്യത്തിനെ ആളുകൾ പൊക്കിയെടുക്കുക ഒരു ഹറാമിൽ നിന്നാണ്. എന്താണ് മനുഷ്യന്റെ ആഖിബത്ത്? ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ. മനുഷ്യൻ ചെയ്യുന്ന അവസാന കർമ്മങ്ങൾ എന്തോ അതനുസരിച്ചാണ് മനുഷ്യന്റെ അമലുകൾ അല്ലാഹു നിർണ്ണയിക്കുക. അതുകൊണ്ട് നമ്മുടെ ആഖിബത്ത് നന്നായി തീരാൻ നല്ലോണം ദുആ ഇറക്കുക, അമലുകൾ ചെയ്യുക, പരിശ്രമിക്കുക. മുഅ്മിനീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചവർക്ക് നമ്മുടെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ആളുകളും ദുആ ചെയ്യും. അങ്ങ് ഇങ്ങോട്ടും തവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ മഗ്ഫിറ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മഗ്ഫിറത്തിന് വേണ്ടി വസിയത്ത് ചെയ്യുക, സബ്റിന് വേണ്ടി വസിയത്ത് ചെയ്യുക, ഹഖ് കൊണ്ട് വസിയത്ത് ചെയ്യുക. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ വളാഞ്ചേരി നമ്മുടെ മർക്കസിൻ്റെ ജനറൽ സെക്രട്ടറി കുഞ്ഞുട്ടി ഹാജി അദ്ദേഹം വളരെ പ്രയാസകരമായൊരവസ്ഥയിൽ രോഗത്തിലാണ്, അസുഖത്തിലാണ്. ഷിഫാക്ക് വേണ്ടി പ്രത്യേകം തങ്ങളൊക്കെ ദ്വാരക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവൻ അല്ലാഹു തആല അസുഖങ്ങൾ ഷിഫയാക്കി പരിപൂർണ്ണ ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുത്ത് അല്ലാഹു പരിപൂർണ്ണ ആഫിയത്ത് നൽകുമാറാകട്ടെ. എല്ലാ അസുഖങ്ങളും ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ രോഗികൾക്കും അല്ലാഹു ഷിഫ നൽകുമാറാകട്ടെ. പിന്നെ സമയം ഒരു 5 മിനിറ്റ് കൂടെ നമ്മുടെ ദ്വാരം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അനുവദിക്കണം. ഒരു 1-2 വിഷയങ്ങൾ. മരിച്ചവരുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ പാടുണ്ടോ? ശരീരഭാഗങ്ങൾ അമുസ്ലിമീങ്ങളുടേത് പ്രത്യേകിച്ച് സ്വീകരിക്കാൻ പറ്റുമോ? ഈ ചോദ്യത്തിന് മഹാന്മാരായ ഫുഖഹാ നൽകിയിട്ടുള്ള ഉത്തരം പാടില്ല എന്നാണ്. ഒരാളുടെ ദാനവും ഒരാളുടെ അവയവവും ദാനം ചെയ്യാവുന്നതല്ല. അതിന് കാരണം പറഞ്ഞത് അത് നമ്മുടെ മിൽക്ക് അല്ല എന്നാണ്. അത് നമ്മുടെ അതിൻ്റെ പൊസഷൻ, അതിൻ്റെ ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് നമുക്കുള്ളതല്ല എന്നാണ്.
നമ്മുടെ ശരീരത്തിന്റെ ഏതൊരു അവയവവും അള്ളാഹു നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നറിയാൻ അള്ളാഹു നമുക്ക് നൽകിയ അമാനത്തുകളാണ്. നമ്മുടെ ചെവിയും കണ്ണും കാതൊക്കെ നമ്മുടെ ഈ തടി, ഈ ശരീരം നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്ന് നോക്കാൻ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. അത് കേടുവരുത്താതെ ഖബറിലേക്ക് വെച്ചു കൊടുക്കാനുള്ളതാണ്, മരണം വരെ ഉപയോഗിക്കാനുള്ള. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു അവയവം നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിൽക്കുള്ളതേ, ഉടമസ്ഥാവകാശമുള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ. വേറൊരുത്തന്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്തിട്ട് നമ്മൾ സദഖ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് നമ്മുടേതല്ല. എന്നതുപോലെ അവയവത്തിന്റെ വിഷയത്തിൽ അങ്ങനെയാണ്. കിഡ്നിയും അതുപോലെയുള്ള അവയവങ്ങളും കണ്ണൊക്കെ ദാനം ചെയ്യുന്ന സമ്പ്രദായം അത് ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ്, ഒരു ദയ തോന്നുന്ന ഒരു കർമ്മമാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ശരീഅത്തിന്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പറ്റില്ല. ബ്ലഡ് ദാനം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അത് വർദ്ധിക്കുന്ന, ഉണ്ടായിത്തീരുന്ന ഒരു സംഗതിയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും വിട്ടുമാറിപ്പോകുന്നില്ലല്ലോ എന്നതിന്റെ പേരിൽ ബ്ലഡ് ദാനം ചെയ്യൽ അനുവദിക്കപ്പെട്ട വിഷയമാണ്. പക്ഷെ അവയവ ദാനം അനുവദിക്കപ്പെട്ടിട്ടില്ല. അക്കൗണ്ടന്റിന്റെ ജോലി ഇസ്ലാമിൽ അനുവദനീയമാണോ? അനുവദനീയമാണ്. അത് ബാങ്ക് പലിശയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇല്ല. കൂടാതെ ബാങ്ക് ജോലി അനുവദിക്കപ്പെട്ടു ഇല്ല. 2 വിഷയങ്ങളുണ്ട്. ഇസ്ലാമിക് ബാങ്കിങ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഗവൺമെന്റും ഔഖാഫും ഒക്കെ അംഗീകാരം നൽകുന്ന ഒരു വിഷയമാണ്. ഇസ്ലാമിക് ബാങ്കുകളുമായി നിങ്ങൾക്ക് ഇടപാടുകൾ നടത്താം. ഇന്ന് ബാങ്ക് ഇടപാടുകൾ ഇല്ലാതെ സാധ്യമല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് പലിശ ഇടപാടുകളുള്ള ഒരു ബാങ്കിൽ ജോലി ചെയ്യാൻ പാടുള്ളതല്ല, അത് ഹറാമാണ്, പലിശയുമായി ഇടപെടുന്ന വിഷയങ്ങളാണ്. ഇസ്ലാമിക് ബാങ്കിങ് അത് ശരീഅത്തിന്റെ നിയമമനുസരിച്ച് നടത്തുന്നതാണെന്ന് അവർക്ക് റഖാബ ശർഇയ്യ ഉണ്ട് എന്ന് അവരറിയിക്കുന്നത് കൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം അവർക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. നേരെ മറിച്ച് ഒരാൾ അവിടെ വർക്ക് ചെയ്യുന്നു, അവിടെ ജോലി ചെയ്യുന്നു, അയാൾക്കറിയാം ഇത് ഇങ്ങനെയൊന്നല്ല നടക്കുന്നത് എന്ന് അയാൾക്ക് ബോധ്യമാണെങ്കിൽ അയാൾക്കത് പാടില്ല. പിന്നെ നമ്മൾ അക്കൗണ്ടുകളൊക്കെ തുടങ്ങുമ്പോൾ ഈ സേവിങ് കറന്റ് അക്കൗണ്ടുകളുണ്ട്. കറന്റ് അക്കൗണ്ടിന് പലിശ ഉണ്ടാവില്ല അല്ലേ? കറന്റ് അക്കൗണ്ടിന് പലിശ ഉണ്ട്. അപ്പം അങ്ങനെ നാട്ടിലൊക്കെ അങ്ങനെ കുടുങ്ങുകയാണെങ്കിൽ കറന്റ് അക്കൗണ്ടുകൾ എടുക്കുക, സേവിങ് അക്കൗണ്ടുകൾ എടുക്കാതിരിക്കാം. പിന്നെ പലിശ കിട്ടിയിട്ട് പിന്നെ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാൻ നിൽക്കണ്ട. ആദ്യം പലിശ കിട്ടാത്തൊരു രീതിയിലേക്കുള്ള വിഷയങ്ങൾ ചിന്തിക്കാം. പിന്നെ ഒരു മനുഷ്യന്റെ, ഒരു സഹോദരന്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഖൈറായ ഒരു ജോലി അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ വിസയും ബത്താക്കിയൊക്കെ പുതുക്കേണ്ട സമയം കഴിഞ്ഞ് അദ്ദേഹം വളരെ വിഷമത്തിലാണ്, വളരെ പ്രയാസത്തിലാണ്. കാര്യങ്ങളൊക്കെ സലാമത്താവാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ വിഷയങ്ങളും ഖൈറാക്കി സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ. ഉമ്മയും ഉപ്പയുടെ ജ്യേഷ്ഠന്മാരും മറ്റും മരിച്ചു പോയിരിക്കുകയാണ്. മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരക്കണം. അള്ളാഹു താൻ അവർക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മരിച്ചുപോയവർ, നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം നാട്ടിൽ നിന്ന് നമ്മുടെ CH മൈദീൻകുട്ടി മുസ്ലിയാറിലെ നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദിന്റെ മകളുടെ ഭർത്താവ്, അദ്ദേഹം അല്ലയിലൊക്കെ അവിടെ മുദരിസായിരുന്നു. ഒരുപാട് താലിമീങ്ങളും ഒക്കെ ഉള്ള നാട്ടിലൊക്കെ ദർസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അള്ളാഹു താല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. വ്യാഴ്ചത്തെ നമ്മൾ വ്യാഴ്ച ഒരു ഇംഗ്ലീഷിലൊരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ, അതിന് പറ്റിയ ആളുകളൊക്കെ എന്ത് ചെയ്യുക, സംഘടിപ്പിച്ചിട്ട് അദ്ദാലു അലൽ ഖൈരി കഫാഇലിഹി. നമ്മൾ 8:30 മണിക്ക് തുടങ്ങിയിട്ട് 9:30 വരെ നമ്മുടെ മേലെ ഹാളിൽ വെച്ചിട്ടാണ് ആ ക്ലാസ് നടക്കുന്നത്. ഇത് വേറെ സൂറത്തുകളാണ്, നമ്മൾ താഴെയുള്ള ചെറിയ സൂറത്തുകളിൽ നിന്നാണ് തുടങ്ങി വരുന്നത്. അപ്പോൾ അത് 8:30 മണിക്ക് തുടങ്ങി 9:30 വരെയുള്ള 1 മണിക്കൂർ ഇംഗ്ലീഷിലെ തഫ്സീർ ക്ലാസ്സാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സാധിക്കുന്ന ആളുകളൊക്കെ, മലയാളം അറിയാത്ത ആളുകളെ കൊണ്ടുവരും. നമ്മൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഒരാളുണ്ടെങ്കിലും നമ്മളത് നടത്തും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇൻഷാ അല്ലാഹ് തുടങ്ങി വെക്കാൻ അത് വഴിയെ ആരെങ്കിലുമൊക്കെ പൂർത്തീകരിച്ചോളും. നമ്മൾ എന്ത് ചെയ്യുക, ആ വിഷയം വിജയിപ്പിക്കുക. അറിയുന്നവരൊക്കെ നിങ്ങളുടെ പരിചയക്കാർ, തമിഴ് സംസാരിക്കുന്നവരോ ഹിന്ദി ഏത് ഭാഷക്കാരായിക്കോട്ടെ, ഇംഗ്ലീഷ് മനസ്സിലാവുമെങ്കിൽ അവരെ കൊണ്ടുവരാം ഇൻഷാ അല്ലാഹ്. ആ കാര്യത്തിൽ നിന്ന് അത്തരക്കാരായ ഒരാളുകൾക്ക് നമ്മൾ ഇസ്ലാമിക് സെന്റർ, ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററാണ്, നമ്മുടെ കേരള ഇസ്ലാമിക് സെന്റർ അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും കൂടെ ഉള്ള ഒരു സന്ദേശം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മൾ വലിയൊരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പരിചയപ്പെടുത്തലിലൂടെയെങ്കിലും ആൾക്കാരെ കൊണ്ടുവരെ എത്തിക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖൈറിലും വിജയത്തിലും മംഫഅത്താക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഉപകാരപ്പെടുത്തി തരുമാറാകട്ടെ.
നമ്മുടെ തൃപ്പനച്ചി ഉസ്താദ് വഫാത്തായി, അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും. എന്നെ പ്രത്യേകമായിട്ട് ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു തആല മഹാനുഭാവന്റെ മറാത്തിബുകൾ, അദ്ദേഹത്തിൻ്റെ ദറജകൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരെ നമ്മെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. സഹോദരൻ പ്രയാസത്തിലാണ്, ICUവിലാണ്, ബുദ്ധിമുട്ടിലാണ്. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അവരുടെ സുഹൃത്താണ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. പിന്നെ നമ്മുടെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബൈലക്സിലും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുഅ്മിനാത്തുകൾ, അവർക്ക് വേണ്ടിയൊക്കെ അവരുടെ മുറാദുകളൊക്കെ ഹാസിലാകാൻ വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അൽഹംദുലില്ലാഹ് അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾക്ക് മഗ്ഫിറത്ത് തരണേ റഹ്മാനെ. അല്ലാഹു ദുനിയാവിൽ ഞങ്ങളെ വെച്ചേക്കുന്ന കാലമത്രയും ആഫിയത്തും ആരോഗ്യവും തഖ്വയും നൽകണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ജീവിക്കുന്ന ഓരോ സെക്കൻഡും ഖൈർ വർദ്ധിക്കാനും ഞങ്ങളുടെ ഷർറുകൾ പൊറുക്കപ്പെടാനും തിന്മകൾ മാപ്പാക്കി കിട്ടാനുമുള്ള നിമിത്തമാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ സദസ്സിലേക്ക് വന്നത് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഇരുന്നത് നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഈ ഇൽമിന്റെ ദർസ് ഞങ്ങൾ കേട്ടത് കബൂലാക്കണേ റഹ്മാനെ. പറഞ്ഞത് കബൂലാക്കണേ റഹ്മാനെ. ഇവിടെ വെച്ച് ഞങ്ങൾ ചിന്തിച്ചതും ആലോചിച്ചതും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് നിമിത്തമാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ നന്നാക്കി താ റബ്ബേ. ഞങ്ങളുടെ അകവും പുറവും നന്നാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഒറ്റക്കായാലും കൂട്ടത്തിലായാലും നന്നാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ പ്രത്യക്ഷവും പരോക്ഷവും നന്നാക്കണേ റബ്ബേ. ഞങ്ങളുടെ ശരീരവും ഖൽബും നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ നീക്കിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിലെ അസുഖങ്ങളെ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹു ഈമാൻ നിറച്ചു തരണേ റബ്ബേ. യഖീൻ നിറച്ചു തരണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ഖൽബിലേക്ക് നൂറാനിയത്ത് നൽകണേ റബ്ബേ. അല്ലാഹു നിന്റെ ഇൽമിൽ നിന്ന് യഖീൻ നൽകണേ റഹ്മാനെ. അല്ലാഹു നിന്റെ ഖുർആനിന്റെ ഫഹ്മ് നൽകണേ റബ്ബേ. അല്ലാഹു അത് അമലിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹു ഇൽമു കൊണ്ട് അമൽ ചെയ്യുന്നവരാക്കണേ റബ്ബേ. അല്ലാഹു ഇൽമു കൊണ്ട് അമൽ ചെയ്യുന്നവരാക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾക്ക് അമലിന് തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹു അമലുകളുടെ ഇഖ്ലാസ് നൽകണേ റബ്ബേ. അമലുകളുടെ നിയ്യത്തുകളുടെ അപാകതകൾ പരിഹരിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, സക്കാത്തുകൾ, സ്വതക്കകൾ, എല്ലാ അമലുകളും നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഇശാ നിസ്കരിച്ചു പഠിച്ചവനെ, അതിൽ ആരുടേതൊക്കെ നീ സ്വീകരിച്ചു, ആരുടേത് നീ തള്ളിക്കളഞ്ഞു ഞങ്ങൾക്കറിയില്ല റബ്ബേ. അല്ലാഹു ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ നീ ഖബൂലാക്കണേ. അല്ലാഹു അതിൽ ഖുശൂഇൽ വന്ന അപാകതകൾ പരിഹരിക്കണേ റഹ്മാനെ. നിസ്കാരത്തിൽ ഞങ്ങളുടെ ശബ്ദക്കുറവുകൾ പരിഹരിക്കണേ റഹ്മാനെ. അല്ലാഹു നിസ്കാരത്തിൽ വരുന്ന ഞങ്ങളുടെ അലംഭാവം നീ പരിഹരിക്കണേ പഠിച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ നിസ്കാരവും വിഷയങ്ങളിൽ എന്തെന്നില്ലാത്തൊരു ഉന്മേഷവും ഉണർവും നിസ്കാരത്തെ സംബന്ധിച്ചുള്ള ഗൗരവവും പഠിച്ചവനെ ഞങ്ങൾ എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അത് ഖളാ ആകാതെ നിസ്കരിക്കാൻ തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹു അത് ജമാഅത്തോടെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, അല്ലാഹുവേ മുഅ്മിനീങ്ങളുടെ സുഹ്ബത്ത് തരണേ റബ്ബേ. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണേ റഹ്മാനെ. നല്ലവരായ ആളുകളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് നൽകണേ റഹ്മാനെ. ചീത്ത കൂട്ടുകെട്ടുകളെ നന്നാക്കി തരണേ റബ്ബേ. അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറി നല്ല കൂട്ടുകെട്ടിൽ ഞങ്ങൾ ചേർക്കണേ റഹ്മാനെ. റഹ്മുർ-റഹീമേ, ഞങ്ങളുടെ കടങ്ങൾ വിട്ടിത്താ റഹ്മാനെ. കടങ്ങൾ വിട്ടിത്തരണേ റബ്ബേ. കടങ്ങൾ വിട്ടിത്തരണേ റഹ്മാനെ. اللهم إنا نعوذ بك من هم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. റബ്ബേ, അല്ലാഹുവേ ഞങ്ങളുടെ സ്വാലിഹീങ്ങളായ മക്കളെ തരണേ റബ്ബേ. നീ തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ റഹ്മാൻ. അല്ലാഹുവിന്റെ യുവാക്കളെ യുവതികളെ നന്നാക്കണേ റബ്ബേ. അല്ലാഹു മദ്യപാനികൾ വ്യഭിചാരികളുമായി പോകാതെ കാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ഭാര്യമാർ, സഹോദരിമാർ, ഉമ്മമാർ, അല്ലാഹുവേ കുടുംബത്തിലെത്ത് ഒരുപാട് സഹോദരിമാർ എല്ലാവരെയും ഇഫ്ഫത്തിലും അഫാഫിലും നിലനിർത്തണേ റഹ്മാനെ. മുഹ്സനാത്തുകളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പാപങ്ങളിലേക്ക് തിന്മകളിലേക്ക് വഴുതിപ്പോകാതെ കാക്കണേ റഹ്മാനെ. പിശാചിൽ നിന്ന് കാക്കണേ റഹ്മാനെ. പിശാചിന്റെ ദുർബോധനം കാക്കണേ റഹ്മാനെ. അല്ലാഹു നാട്ടിൽ കുടുംബവും ഭാര്യമാരും മക്കളും നിന്നെ ഏൽപ്പിച്ചു പോന്നവരാണ് റഹ്മാനെ. അല്ലാഹുവേ വരെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഫിത്നയിലും ഫസാദിലും പെടാതെ കാക്കണേ തമ്പുരാനെ. അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, എല്ലാ ആഫത്തുകളിൽ നിന്ന് ഞങ്ങൾ ഈ ഉമ്മത്തിനെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ ദീനിന് നേതൃത്വം കൊടുക്കുന്ന ആലിമീങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ
അതിൻ്റെ 85-ാം വാർഷികം നടക്കാൻ പോകും. പടച്ചതമ്പുരാനെ അള്ളാഹു അത് ദീനിൻ്റെ ഒരു ഷിആറാണ്, ദീനിനെ ഖിദ്മത്ത് ചെയ്ത വലിയൊരു മിമ്പറാണ്. അള്ളാഹു ഇതിനെ ഖിയാമം വരെ നിലനിർത്തണേ റഹ്മാനെ. അള്ളാഹു ഖിയാമം വരെ നിലനിർത്തണേ റഹ്മാനെ. അള്ളാഹു ഇതിൻ്റെ മഹാന്മാരായ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. അള്ളാഹു ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് കുഗ്രാമങ്ങളിൽ വരെ ഒരുപാട് ആവേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാർ, ചെറിയവരും വലിയവരും ഉസ്താദുമാരും മുഅല്ലിമീങ്ങളും ഒക്കെയായ ഒരുപാട് ഉമറാക്കൾ, എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ 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 എല്ലാ ഫിത്നകളിൽ നിന്നും ഈ ഉമ്മത്തിനെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ എല്ലാ ഫിത്നകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ റഹ്മാനെ. മാ ളഹറ മിൻഹാ വമാ ബതൻ. അല്ലാഹുവേ എല്ലാ ഫിത്നകളിൽ നിന്നും കാക്കണേ റഹ്മാനെ. സിഹറിൽ നിന്ന് കാക്കണേ റബ്ബേ. ഐനിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ഹസദിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹുവേ ഐനിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ദുൽമിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ റബ്ബേ. പഠിക്കുന്നവർക്ക് അല്ലാഹു ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി നല്ല പഠിപ്പും അറിവും ഇൽമും അദബും അച്ചടക്കവുമുള്ള ദീനിന്റെ ചുണക്കുട്ടികളാക്കി തരണേ റബ്ബേ. അല്ലാഹു വിവാഹിതരാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് സ്വാലിഹാത്തുകളായ പെൺകുട്ടികൾ ഇണകളായി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ വിവാഹപ്രായമെത്തി നിൽക്കുന്ന സഹോദരിമാർ, പെങ്ങന്മാർ, മക്കളുള്ളവർ അല്ലാഹുവേ അവരുടെ വിവാഹം സ്വാലിഹീങ്ങൾക്ക് നടത്താൻ അല്ലാഹുവേ നീ എല്ലാ വഴിയും എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹു വിവാഹം ചെയ്തു കഴിഞ്ഞവരുടെ മനസ്സുകൾ തമ്മിൽ സ്നേഹവും അടുപ്പവും നിലനിർത്തണേ റഹ്മാനെ. കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും കുടുംബത്തിലെ അസ്വാരസ്യങ്ങളും നീക്കി സന്തോഷം നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹു ജ്യേഷ്ഠാനുജന്മാർ, മാതാപിതാക്കൾ തമ്മിൽ, മുത്താപ്പന്മാർ തമ്മിൽ, കുടുംബക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തിലും അടുപ്പത്തിലും കഴിയുന്നവരാക്കണേ റബ്ബേ. റഹ്മർ റഹീമേ, എല്ലാ ഫിത്നകളിൽ നിന്നും കാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മരണം ഞങ്ങൾക്ക് വന്നെത്തുന്ന നേരം അല്ലാഹു നല്ലൊരു അമല് ചെയ്തുകൊണ്ടിരിക്കാക്കി തരണേ റബ്ബേ. വുദൂ ഉണ്ടാക്കി തരണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളെ നീ മരിപ്പിക്കുന്ന നേരം നിനക്ക് ഇഷ്ടമുള്ളൊരു അമല് ചെയ്തുകൊണ്ടിരിക്കാക്കണേ റഹ്മാനെ. അല്ലാഹു നീ ഞങ്ങളെ എവിടെ വെച്ച് മരിപ്പിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല റബ്ബേ. നീ ഈമാൻ നൽകുമെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ തരണേ റഹ്മാനെ. അല്ലാഹു ഈമാൻ നിലനിർത്തി തരണേ റഹ്മാനെ. മരിക്കുന്ന നേരത്തെ പിശാചിന്റെ ഫിത്നയിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹു പിശാചിന്റെ ഫിത്നയിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹു നാളെ ഖബർ ബർസഖ് അത് നിന്റെ ലുത്ഫ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് ഉണ്ടാകണേ റബ്ബേ. അല്ലാഹു ഖബർ ഞങ്ങൾ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കി തരണേ റഹ്മാൻ. അല്ലാഹുവിനെ മരിച്ചുപോയ ഒരുപാട് മഹാന്മാർ പഠിച്ചവനെ അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ. അല്ലാഹു എടുത്ത് മരണപ്പെട്ട സിഎച്ച് ഉസ്താദ് അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണേ റഹ്മാൻ. അല്ലാഹു ഒരുപാട് ദീനിന്റെ ഇൽമിന് സേവനം ചെയ്ത ആളാണ് റബ്ബേ. ഒരുപാട് മുതഅല്ലിമീങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലാഹുവേ. അവരുടെയൊക്കെ അദദും അതിൻ്റെയൊക്കെ ഇൽമ് പറഞ്ഞു കൊടുത്തതിന് കേട്ടതിനും പഠിപ്പിച്ചതിൻ്റെ ഒക്കെ എല്ലാത്തിനും ബറക്കത്തും ഉണ്ട് അല്ലാഹുവേ. അവർക്കും മരണപ്പെട്ട ഉസ്താദുമാർ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കണേ പടച്ചവനെ. അവരുടെ കുടുംബത്തിന് ആശ്വാസം നൽകണേ റബ്ബേ. അവർ ബാക്കി വെച്ചു പോയ വിഷയങ്ങളിൽ അല്ലാഹുവേ നീ ആ കുടുംബത്തിന് ആശ്വാസം നൽകണേ തമ്പുരാനെ. അവരുടെ വിഷയങ്ങൾ അല്ലാഹുവേ ഭാരമില്ലാതെ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുനിയാവിൽ മുസ്ലിം ഉമ്മത്തിന് ഈമാനിന് അല്ലാഹുവേ ഈ ഉമ്മത്തിന് ഒരാപത്തും ഒരു വിപത്തും വരാതെ കാക്കണേ റബ്ബേ. ഈ നാടിന് ഒരു ആപത്ത് വരാതെ കാക്കണേ തമ്പുരാനെ. ഈ പ്രദേശങ്ങളിൽ ഒരു യുദ്ധമോ അപകടമോ വരാതെ കാക്കണേ റഹ്മാനെ. اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد المسلمين. അല്ലാഹുവേ സമാധാനം നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ആപത്ത് വരാതെ കാക്കണേ റബ്ബേ. ആപത്തിനെ പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ സൽബുദ്ധി കൊടുത്തവരെ പിന്തിരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ ദീനും സ്ഥാപനങ്ങളും മദ്രസകളും നിലനിൽക്കുന്ന അല്ലാഹു ഈ നാട്ടിലെ ഖൈറാത്തുകളെ കൊണ്ടാണ് ഉടച്ചവനെ. അല്ലാഹു ഞങ്ങൾ എല്ലാവർക്കും ഇവിടെ ഉചിതമായ ഹലാലായ മഈശത്ത് നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ആഖിറ നന്നാക്കി തരണേ ഉടച്ചവനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.